തീമോഥെയോസിന്റെ ലേഖനം 1 അധ്യായം അതിന്റെ 1 തീമോഥെയോസിന്റെ ലേഖനം അതിന്റെ 1 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു വാക്യമുണ്ട്. വായിച്ച് 1-ന്റെ 6-7. ഇവ വിട്ടുമാറി ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല താനും. അടുത്ത് നോക്കിയേ. അപ്പൊ ധർമ്മ ഉപദേശമുണ്ട്. ഇനി 7 അടുത്ത് വീട് താഴോട്ട് വായിക്കുമ്പോൾ പത്യ ഉപദേശവും ഉണ്ട്. അപ്പോ എന്താ ധർമ്മ ഉപദേശം, എന്താണ് പത്യ ഉപദേശം? ധർമ്മ ഉപദേശം ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂത്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം. ഇതിനകത്തേക്ക് 95% പേർക്കും ഈ കാര്യങ്ങളെല്ലാം സഭയില് സ്വത്രം കേട്ട് അറിയാം. ദൈവത്തിന് സ്വത്രം. എങ്കിലും എന്നെക്കാളും ജ്ഞാനമുള്ളവർ, എന്നെക്കാളും പരിജ്ഞാനമുള്ളവരാണ് നമ്മുടെ സഭയിൽ ഇരിക്കുന്നത്. എനിക്ക് നല്ലവണ്ണം അറിയാം. ദൈവത്തിന് സ്വത്രം. അപ്പോ ധർമ്മ ഉപദേശം എന്ന് പറഞ്ഞാൽ സ്വത്രം രക്ഷിക്കപ്പെടാത്ത ഒരാളിനോട്, മനസ്സാന്തരപ്പെടാത്ത ഒരാളിനോട്, തോന്നിയ ദിവസം പോലെ ജീവിക്കുന്ന ഒരാളിനോട് ഉപദേശിക്കുന്ന ഉപദേശമാണ്. ഏത് ഉപദേശം? ധർമ്മ ഉപദേശം. അതുകൊണ്ടാണ് തൊട്ട് താഴെ കിടക്കുന്നത് ന്യായപ്രമാണം. വായിച്ചേ. ന്യായപ്രമാണമോ നീതിമാനല്ല. അപ്പൊ നമ്മൾ പറയും ന്യായപ്രമാണം അനുസരിക്കണം, ന്യായപ്രമാണം അനുസരിക്കണം, ന്യായപ്രമാണം അനുസരിക്കണം. പക്ഷെ ഇവിടെ പറയുന്നു ന്യായപ്രമാണമോ നീതിമാനല്ല. നീതിമാനല്ല. പിന്നെ ആർക്കാണ് ന്യായപ്രമാണം വെച്ചിരിക്കുന്നത്? വായിച്ചത്. അധർമ്മികൾ, അബദ്ധർ, കണ്ടോ? ധർമ്മോപദേശം ആർക്കാണ്? ധർമ്മോപദേശം മറക്കരുത്. ഞാൻ ചോദിക്കുമ്പോൾ മറക്കരുത്. നിങ്ങൾ ചിന്തിച്ച് പിന്നെ സങ്കടപ്പെടരുത്. സ്വത്രം. അപ്പോ അബദ്ധർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃകന്താക്കൾ, മാതൃകന്താക്കൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, മതിനക്കാർ, ഇത് മാത്രമല്ല, എന്തെല്ലാം പാവങ്ങൾ ചെയ്യുന്നവരുണ്ടോ അവർക്കാണ് എന്തോന്ന് ഉപദേശം. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തോന്ന് ഉപദേശം ശ്രദ്ധിക്കുന്നുണ്ടോ? മകൾ ശ്രദ്ധിക്കണം. സ്വതന്ത്രം. പത്യോപദേശമല്ല, പിന്നെ ധർമ്മോപദേശം, ന്യായപ്രമാണം അവർക്കാണ്. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൺമഷ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെട്ടും കുത്തും മാത്രമേ അവിടെ ഉള്ളൂ. എന്താ കാര്യം? ധർമ്മോപദേശം അവിടെ വരും, അവിടെ ന്യായപ്രമാണമേ വരൂ. നീ രക്ഷിക്കപ്പെടേ നരകത്തിൽ പോകും എന്ന് അവിടെ ചെന്ന് ധർമ്മോപദേശം വരൂ. കാരണം അവിടെ കേൾക്കുന്നവര് വരുന്നവര് എല്ലാവരും ഒന്നും ആരല്ല. ഇപ്പം നമ്മൾ കവല പ്രസംഗത്തിനാകെ പോകുന്നു. അവിടെ പറയുന്നത് എന്തോന്നാണ്? യേശുവിന്റെ സ്നേഹം പറയും. പിന്നെ ന്യായവിധി, നിത്യനരകം, നീ രക്ഷിക്കപ്പെട്ടോ, നീ മരിച്ചല്ല ഇവിടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇത് ആർക്കുള്ളതാണ്? ഈ വചനം കേൾക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. ശ്രദ്ധിക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് പിന്നെ ഈ ധർമ്മോപദേശം, ഈ ഉപദേശം അല്ല ആവശ്യം. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ? പിന്നെ ഇതല്ല ആവശ്യം. അവർക്ക് പിന്നെ വേറെയാണ് അങ്ങോട്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് ഏത് ആൾക്കാര് ഏത് ഉപദേശം? ധർമ്മോപദേശം. അതാർക്കാണ്? താഴെ കിടക്കുന്നത് ന്യായപ്രമാണം അല്ലേ? ന്യായപ്രമാണം ആർക്കാണ്? മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ നിർത്തി പറഞ്ഞത് തന്നെ മനസ്സിലാക്കണം. ആക്കിയേ തീരൂ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോവും. ഞാൻ വചനം പറയുന്നത് പിടികിട്ടത്തില്ല. നീ എന്തെങ്കിലും പിടികിട്ടാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. നിങ്ങൾ സംശയം കൊണ്ട് നടക്കരുത്. നടന്ന് റൂട്ട് വിടരുത്. വചനമായിട്ട് നിന്ന് നമ്മൾ അകത്തിറങ്ങണം. സ്വത്രം. അപ്പോ ആർക്കാണ്? അപ്പോ ഒരു പാവി വചനം കേൾക്കുമ്പോൾ നീ ഇന്ന് കണ്ണടച്ചാൽ നരകത്തിലേക്ക് പോകും, നീ ചെയ്യുന്നെല്ലാം പാവം എന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പാവിയെ ദൈവം തോട്ടുന്നിരിക്കരുത്. ഞാൻ പ്രസംഗിച്ചെന്ന് ഒരാളും പിടിക്കപ്പെടത്തില്ല. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോ അടിച്ചെന്ന് പറഞ്ഞോ പിടിക്കപ്പെടത്തില്ല. കർത്താവിന് അയാളെ ആകർഷിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഈ വചനം അയാളെ ആകർഷിക്കും. മനസ്സിലായോ? ആകർഷിക്കുമ്പോ അയാൾ പറയും, എനിക്ക് എന്റെ യേശുവിനെ വേണം. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് എന്റെ യേശുവിനെ വേണം എന്ന് പറഞ്ഞ് എങ്ങോട്ട് തിരിയും? യേശുവിലേക്ക് തിരിയും. ഈ ആളിനെ യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോ എന്നോട് ചോദിക്കും, സിസ്റ്ററെ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ എന്തോ പറഞ്ഞു കൊടുക്കണം? ഞാൻ പറഞ്ഞു കൊടുക്കും, നീ രക്ഷിക്കും, മാനസാന്തരപ്പെടണം. ആദ്യം എന്ത് പറയും? മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? എന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഇന്ന് വരെ നടന്ന നടപ്പിനെ വിട്ട് ഇനി ഞാൻ നടന്ന നടപ്പല്ല, തിരുവചനത്തിൽ യേശു എങ്ങനെയാണ് നടക്കാൻ പറഞ്ഞത്, യേശുവിനുള്ള നടപ്പ്. മനസ്സിലായോ? ഇതുവരെ ഞാൻ എന്റെ ഇഷ്ടത്തിൽ നടന്നു.
ഞാൻ പിന്നെ യേശുവിലേക്ക് തിരിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? യേശുവിലേക്ക് തിരിഞ്ഞു. അപ്പൊ ആർക്കാണ് ഈ ഉപദേശം? ഈ ഉപദേശം ആർക്ക്? നിന്നെ നരകത്തിൽ തള്ളിയിടും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ പിന്നെ എന്തിനാണ് ഈ പള്ളിയിൽ ഇത് പറയുന്നത്? അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ ഒരാൾ ആരെങ്കിലും വരുമായിരിക്കും രക്ഷിക്കപ്പെടാത്തവര്, ഒരാൾ സ്നാനപ്പെടാത്തൊരു കാര്യം കാണുമായിരിക്കും, ഒരാൾ യേശുവിനെ രുചിച്ചറിയാത്തവര്, അവർക്ക് മാത്രമേ ഇത് പറയാനുള്ളൂ. ബാക്കിയുള്ളവർക്ക് ആർക്കും ഇതല്ല. അവർ ഈ ഘട്ടത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്രായത്തിൽ ഇഴയുന്ന പരുവത്തിൽ നിന്ന് ഇപ്പൊ ഇഴഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇടയാ കമത്തി കിടത്തി അവരിടയോ? നിങ്ങൾക്ക് മനസ്സിലാകാത്തവരാണോണ്ട് കരവേർത്തിക്ക് ഞാൻ നിർത്തി പറയുന്നത് എന്തിനറിയാമോ? ഇതിനകത്ത് വീണില്ലെങ്കിൽ നിങ്ങൾ തെറ്റി. ദൈവത്തിന് സ്വാതന്ത്ര്യം. അപ്പൊ കമന്ന് കിടക്കുന്ന കുഞ്ഞു കമന്നിടയും ഇല്ലേ? നടക്കാൻ തുടങ്ങി മക്കൾ കമന്നിടുന്നു. ഞാൻ കിടത്തി കിടക്കോ? കമന്നിടയോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യും? അമ്മ എന്നെ ഇനി കമത്തി കിടത്തുന്ന അത് പരുവ കഴിഞ്ഞു പറയൂലേ? അപ്പം ഈ ധർമ്മ ഉപദേശമല്ല പിന്നെ ഈ എണീറ്റ് നിൽക്കുന്ന കുഞ്ഞിനാവശ്യം. പിന്നെ നടപ്പാണ്. ആരൊപ്പം? യേശുവിലുള്ള നടപ്പാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? യേശുവിലുള്ള നടപ്പാണ്. ഒന്നും വിടരുത്, ഒന്നും വിട്ടുകളല്ലേ. യേശുവിലുള്ള നടപ്പാണ്. അപ്പൊ ഇവിടെ നിന്ന് കടന്നു വന്ന ഒരാള് പിന്നെ പോകുന്നത് അടുത്ത വാക്യം വായിച്ചു പോയി അപ്പോഴുണ്ട്. അനുസരണ കെട്ടുന്ന പാപികൾ, അശുദ്ധർ, ഭാഗ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, പുരുഷ മൈതുനക്കാർ, നരഭ്രഷ്ടാക്കൾ, ഓഷ്ടുപറയുന്നവർ, അസത്യം ചെയ്യുന്നവർ എന്നിവർക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതൊരു മന്ത്രം വച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് കണ്ടോ? പത്യ ഉപദേശത്തിന് വിപരീതമായി. കണ്ടോ? അപ്പൊ രണ്ട് ഉപദേശം, ഒന്ന് ധർമ്മ ഉപദേശം, രണ്ട് പത്യ. ഈ കുഞ്ഞ് വന്നു, സിസ്റ്ററെ നിങ്ങൾ വചനം പ്രസംഗിച്ചു, ഞാൻ ഇനി രക്ഷപ്പെടാം, ഞാൻ എല്ലാ ലോക തരികടയാണ്, എനിക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ദൈവവേലക്കാരൻ്റെ അടുത്ത് പോയി നിരിക്കട്ടെ. അപ്പോൾ ദൈവവേലക്കാർ പറയും, നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, നിന്റെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. ഇത് അപ്പോസ്തല പ്രവൃത്തി എടുക്കുന്നില്ല, സമയം കത്തോണ്ട് എടുക്കുന്നില്ല. അറിയാം, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അവർ നേരെ എന്ത് ചെയ്യും? ഇതെല്ലാം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്നു മാനസാന്തരപ്പെട്ടു. ഇനി അവരടുത്ത് എന്ത് ചെയ്യും? പത്യ ഉപദേശത്തേക്ക് പോവുകയാണ്. ഇപ്പൊ വന്ന എവിടെയാണ്? ധർമ്മോപദേശം അവർ വിട്ടു. അവർ പാവം ഏറ്റു പറഞ്ഞു, രക്തത്താൽ കഴുകൽ പ്രാപിച്ചു, മാനസാന്തരപ്പെട്ടു. സ്നാനപ്പെട്ടതോടും കൂടെ ആരോട് ചേർന്നു? മറക്കരുത്, സ്നാനപ്പെട്ടതോടും കൂടെ ആരോട് ചേർന്നു? അവർ യേശുവിനോട് ചേർന്നു. ഇനി ഇവർക്ക് ഏത് ഉപദേശം അല്ല ആവശ്യം? ന്യായപ്രമാണം ഈ ന്യായപ്രമാണം അല്ല, ധർമ്മ ഉപദേശം അല്ല ആവശ്യം. ഇവർക്ക് പിന്നെ പത്യമുള്ള ഉപദേശമാണ് ആവശ്യം. പിന്നെ ഇവരെ നീ നരകത്തിൽ പോവും, നീ തകരും, നീ ഇന്ന് മരിച്ച നരകത്തിൽ, ഇതല്ല അവർക്കതല്ല. അവരവിടെ വിട്ട് കഴിഞ്ഞു വന്നു, അവരെ പേരവിടെ എഴുതി. മനസ്സിലാവുന്നുണ്ടോ? ആയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? അവർ വളരുകയാണ്. ആരോടെ കൂടെ? യേശുവിൽ വളരുകയാണ്. നോക്കിയേ, അവരെങ്ങോട്ട് പോകുന്നു? വളരുകയാണ്. നോക്കിയേ, എപ്പോഴൊക്കെ ഞാൻ 6:1 മുതൽ വായിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു, നീ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന എല്ലാം പാപമായിരുന്നു, ജീവനില്ലാത്തതായിരുന്നു. അതുകൊണ്ട് നീ നിർജീവ പ്രവൃത്തികളെ കുറിച്ച് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. നീ ഇതുവരെ ചെയ്തത് തെറ്റായിരുന്നു, ഇത് നിനക്ക് വേണ്ട. ഇനി നിന്നിൽ വരേണ്ടത് എന്തോന്നാണ്? ജീവനുള്ള പ്രവൃത്തിയാണ്. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ ആ വ്യക്തി കണ്ണീരോടെ ദൈവത്തോട് പറഞ്ഞു, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു, രക്ഷിക്കപ്പെട്ടു. യേശുവേ, എന്റെ ഹൃദയത്തിനകത്ത് അങ്ങ് ഇരിക്കേണ്ട സ്ഥലം ഇതാ, അണഞ്ഞു കിടക്കുന്ന കർത്താവേ, എന്റെ അകത്തേക്ക് അങ്ങ് വരണമെന്ന് ഈ മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു വ്യക്തി ഒരു ദിവസം നിന്ന് പൊട്ടിക്കരയുന്ന അനുഭവമുണ്ട്. അപ്പന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ യോഗ്യതയില്ല, പാവിയെന്ന് തകർന്ന് ഉരുണ്ട് കരയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്താണ് യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങി വരുന്നത്. മനസ്സിലായിക്കോളൂ? ഇത്രയും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. അകത്തിറങ്ങി വന്ന് ആള് മാറി. ആളെന്ത് ചെയ്തു? രക്ഷയായി. ജീവന്റെ പുസ്തകത്തിൽ പേര് വന്നു. ഈ പേര് വന്ന ആളിന് പിന്നെ ഏത് ഉപദേശം ആവശ്യം? പത്യ ഉപദേശം. മനസ്സിലായോ? ആയില്ലേ? സ്വത്രം. ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഓരോ ദിവസവും നടക്കാറായി, ഒറ്റടി കഴിക്കാറായി, പിന്നെ പതുക്കെ നടക്കാറായി, ഓടാറായ കുഞ്ഞിന് പിന്നെ നീ ഇന്ന് നരകത്തിലെ പാടുന്നോ? എന്താണ് പാടുന്നത്? ആ വ്യക്തി നരകത്തിലല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടോ? മകൾ മനസ്സിലാവുന്നുണ്ട്? ജീവന്റെ പുസ്തകത്തിൽ എന്ത് വന്നു?
പേര് വന്നു. ആ വ്യക്തി ഇപ്പൊ ആരിലാണ് വളരുന്നത്? യേശുവിലാണ് വളരുന്നത്. എഫേസ്യരെഴുത്ത് സ്വന്തം അവസാന അരമണിക്കൂർ നമുക്ക് ആരാധിക്കണം. എഫേസ്യർ ലേഖനം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. എന്നെക്കാളും കുറേ കൂടെ നിങ്ങൾക്ക് അറിയാം, എനിക്ക് വ്യക്തമായിട്ട് അതറിയാം. സ്വന്തം 2:1 മുതൽ വായിച്ചേ. 2:1 മുതൽ വായിച്ചേ. ആര് ഉയർപ്പിച്ചു? യേശുവിനെ ഉയർപ്പിച്ചു. ഞാൻ പറഞ്ഞു, നീ പാപത്തെ ഏറ്റു പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ കഴുകൽ പ്രാപിച്ച് രക്ഷിക്കപ്പെടാൻ പറഞ്ഞു. നീ അങ്ങനെ പിടിച്ചിട്ട് അതങ്ങനെ മടക്കി എഫേസ്യർ വെച്ചിട്ട് എബ്രായർ 6 അടുത്തത് വായിക്കേ. ദൈവത്തെ വായിച്ച്. അതുകൊണ്ട് ദൈവത്തിങ്കലെ ഏത് വിശ്വാസം? ദൈവത്തിങ്കലുള്ള ഏത് വിശ്വാസം? ഇനി ഞാൻ മാനസാന്തരപ്പെട്ടു, ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ് എന്ന് ഞാൻ ജീവിക്കുന്നു. എനിക്ക് നീ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞ് കേൾക്കേണ്ട കാര്യമില്ല. അതല്ല എന്റെ എനിക്കല്ല, അത് പാവിക്കാണ്. ഞാനിപ്പോ ഇവിടെ എത്തി, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഞാനിപ്പോ ഏത് സ്ഥലത്തെത്തി? ആ സ്ഥലത്ത് ദൈവം എന്നെ രക്തം കൊണ്ട് കഴുകി മാനസാന്തരപ്പെടുത്തി. നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ മറ്റൊരു സ്ഥലത്ത് നിർത്തിയില്ലേ? നിർത്തി. അടുത്ത വാക്യം വായിച്ച്. അപ്പൊ മറ്റൊരു സ്ഥലത്ത് നിർത്തിയത് വിശ്വാസത്താൽ ജീവിക്കുന്ന സ്ഥലത്ത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. യേശുവിനുള്ള വിശ്വാസത്താൽ യേശുവിൽ നടക്കാൻ അങ്ങനെ തുടങ്ങും. മനസ്സിലാവുന്നു? തൊട്ടടുത്ത് വായിച്ചേ. കണ്ടോ? അടുത്ത് അവർക്ക് സ്നാനത്തിന്റെ ഉപദേശം കൊടുക്കും. സ്നാനപ്പെട്ട് യേശുവിനോടങ്ങ്. ഇനി അവർക്ക് സ്നാനത്തിന്റെ ഉപദേശം ആവശ്യമുണ്ടോ? കാരണം അവർ സ്നാനപ്പെട്ടവരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ പിന്നെ ഈ പള്ളിയിൽ എന്തിനാ സ്നാനത്തെ കുറിച്ച്? അതല്ലേ പറഞ്ഞത്. 99 പേര് സ്നാനപ്പെട്ടതായിരിക്കും. ഒരാള് ഈ 99 അവിടെ ഇട്ടിട്ട് ഒറ്റ ആളിനെ പിടിക്കാൻ സ്നാനപ്പെട്ടു. ഈ 99 പേര് പറയും, ഞാൻ സ്നാനപ്പെട്ട് ഇത്ര വർഷമായി, എനിക്കുള്ളതൊന്നും. ചില ചർച്ചകളിൽ ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നരുത്. 2 സർവീസുകളാണ്. ഒരു സർവീസ് പരിജ്ഞാന തലത്തിലുള്ള സർവീസ്, അതില് പത്യവചനം മാത്രം പ്രസംഗിക്കും. ഞാൻ സത്യവചനം പലയിടത്തുണ്ട്, പത്യവചനം മാത്രം പ്രസംഗിക്കും. അടുത്ത സർവീസിൽ 2 സർവീസ് വയ്ക്കും. ഒരു സർവീസിൽ ആരംഭത്തിൽ വരുന്നവർ, രക്ഷിക്കപ്പെടാത്തവർ, സ്നാനപ്പെടാത്തവർ, അഭിഷേകം പ്രാപിക്കാത്തവർ, എന്ത് വചനം എന്താണ്, ന്യായവിധി, നീതി, ഇന്ദ്രിയ എന്താണ് അറിഞ്ഞുകൂടാത്തവർ, അവർക്കൊരു ശുശ്രൂഷ. അങ്ങനെ വരുമ്പോ അവർക്ക് പ്രത്യേകിച്ച് ഇരുത്തി ആരാധന നടത്തുമ്പോൾ അവർക്ക് അത് മാത്രം കൊടുത്താൽ മതി. മറ്റവർക്ക് അത് കൊടുത്താൽ കൂടെ വയറുന്നറിയത്തില്ല. അവരിതെല്ലാം സ്നാനപ്പെട്ടവരാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നതില്ലേ? അവർ നീ നരകത്തിൽ പോകുന്ന പറഞ്ഞ അവർ പറയും, ഞാൻ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി, എങ്ങനെ ഞാൻ നരകത്തിൽ പോകും? മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലേ? അപ്പൊ ഞാൻ നരകത്തെ കുറിച്ച് പറയേണ്ട ആരോട്? രക്ഷിക്കപ്പെട്ട ആളിനോടല്ല, മാനസാന്തരപ്പെട്ട ആളിനോടല്ല, സ്നാനപ്പെട്ട ആളിനോടല്ല, അഭിഷേകം പ്രാപിച്ച് നടക്കുന്ന ആളിനോടല്ല. പിന്നെ ആരോട്? പിതൃകന്താക്കൾ, മാതൃകന്താക്കൾ, കള്ളന്മാർ, കുലപാതകന്മാർ, മോഷണക്കാർ, മദ്യപാനികൾ, പിടിച്ചുപറിക്കാർ, ഇങ്ങനെയുള്ളവരാണ് ആശ്രയിച്ച്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? പക്ഷേ അപ്പൊ നിങ്ങൾ ഒരു സിസ്റ്റർ എന്താ പിന്നെ ഈ പള്ളി ഒരാളിരുന്നെങ്കിൽ അയാൾക്ക് വേണ്ടിയായിരിക്കും പറയുന്നത്. 100 ആളിൽ 99 എനിക്ക് കണ്ടറിയത്തില്ല. ഈ 99 കർത്താവ് വിട്ടിട്ട് എനിക്ക് അറിഞ്ഞില്ല. എന്നെ പ്രസംഗിക്കാൻ കുറെ ആഴമായിട്ട് അങ്ങ് വിട്ടപ്പോഴാണ് കർത്താവ് ഇവിടെ ഏതാണ്ടുള്ള രക്ഷിക്കപ്പെട്ടവരാണല്ലോ. അപ്പോഴാണ് പറയുന്നത്, ഞാൻ ദൈവമായിരുന്നിട്ടും 99 അവിടെ നില്ലെന്ന് പറഞ്ഞിട്ട് 1 തേടി. അപ്പൊ 1 ഏത് ഉപദേശം? ധർമ്മ ഉപദേശം. അതിൽ ന്യായപ്രമാണം ആർക്കാണ് വെച്ചിരിക്കുന്നത്? ഇങ്ങനെ കിടക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എഫേസ്യരിലേക്ക് പോയ 2-ാം വാക്യം 2:2 മുതൽ അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെ ആകാശത്തിലെ അധികാരത്തിലും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ഇതെല്ലാമായിരുന്നു നമ്മൾ. ഇപ്പൊ അതല്ല, നമ്മൾ അതെല്ലാം വിട്ടു. കർത്താവ് പൊട്ടിച്ച് കളഞ്ഞു. അതൊക്കെ മനസ്സിലായോ? അടുത്തവര് വായിച്ചേ. ജഡത്തിന് മനോവികാരങ്ങൾക്ക് ഇഷ്ടമായി ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. പ്രകൃതിയാൽ നമ്മൾ ആരായിരുന്നു? കോപത്തിന്റെ മക്കളായിരുന്നു. പക്ഷെ ഇപ്പൊ കരുണാസമ്പന്നനായ ദൈവം വിടുവിച്ചു. അടുത്ത് കരുണാസമ്പന്നനായ ദൈവമോ കേട്ടോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചതായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടു. കണ്ടോ? എങ്ങനെ? എന്റെ കഴിവുകൊണ്ടല്ല, എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ ബലം കൊണ്ടല്ല, പിന്നെ എങ്ങനെ?
ക്രിസ്തു യേശുവേ ആ. നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തെ ആ. തന്റെ കൃപയുടെ അത്യന്ത തലത്തെ ആ. വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിനെ ആ. ക്രിസ്തു യേശുവേ ആ. അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ആ. സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന എനിക്ക് നീ നരകത്തിൽ പോകുന്ന പറയുന്ന വചനം വേണോ? എന്നെ ഇപ്പൊ എഴുതിക്ക ഇതിനകത്ത് രക്ഷിക്കപ്പെട്ട് മാനസാന്തരം അതാ വിശ്വാസ കണ്ണാനെ കാണാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾ പറയും സിസ്റ്റർ സ്വർഗ സ്ഥലങ്ങളിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്, എവിടെയല്ല ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾ നോക്കട്ടെ, അയ്യേ ഈ ചർച്ചിനകത്ത് അവിടെ ചർച്ചിന്റെ കസേരയിൽ നിങ്ങൾ ഇരിക്കുന്നത് എന്നല്ലേ പറയുള്ളൂ. പക്ഷെ നമുക്കിതേ കാണാൻ പറ്റും. വിശ്വാസ കണ്ണിൽ കാണുന്ന ഈ വചനം എന്നെ ഉയർപ്പിച്ച് എവിടെ എത്തിയിരിക്കുക? സ്വർഗ സ്ഥലങ്ങളിൽ എന്നെ ആരെത്തിയിരിക്കുന്നു? യേശു എത്തിയിരിക്കുന്നു. അപ്പോഴുണ്ട് എന്നോടൊന്ന് പറയുന്നു, നീ നേരെ പോയില്ലെങ്കിൽ നരകത്തിലെ പോകും. ഞാൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? ഇപ്പൊ എനിക്കുള്ളതാണോ അത്? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, ഇത് കുറെ കാലം പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ദൈവം കൃപ നിറക്കിച്ചിട്ട് ഒരുപാട് പേരുണ്ട്. സ്തോത്രം. ഒരുപാട് പേര് ഏതാണ്ട് ഒരു അങ്ങനെ തന്നെ ദൈവത്തിന് സ്തോത്രം. അതിനായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. എന്നെക്കാൾ മനസ്സിലായിട്ടാണ് ഞാനും കൃപയൊക്കെ ദൈവം തന്നിരിക്കും. ദൈവത്തിന് മഹത്വം. എല്ലാവരും ക്രിസ്തുവിന്റെ തലയോടെ വളരട്ടെ. അപ്പൊ എന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നു. എനിക്ക് ആവശ്യം അതല്ല. ഏതല്ല? ന്യായപ്രമാണമല്ല, ധർമ്മോപദേശമല്ല. എനിക്കിനി ആവശ്യം പത്യോപദേശമാണ്. വായിച്ചേ. ഇനി എബ്രായറിലേക്ക് പോയെ. എന്നെ എവിടെ എത്തിയിരിക്കുന്നു? എഫേസ്യർ വായിച്ചിട്ട് പോയത് എല്ലാവരും ശ്രദ്ധിക്കണം. അടുത്ത് അങ്ങോട്ട്. ക്രിസ്തു യേശുവിൽ അവരോട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അടുത്ത വരി ശ്രദ്ധിച്ച് കേട്ടാലും മനസ്സിലാവും. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം പോലെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന എന്റെ കഴിവുകൊണ്ടാണോ? കഴിവുണ്ടല്ല, കൃപയാൽ വിശ്വാസത്താൽ രക്ഷിക്കും. അടുത്ത അതിന് നിങ്ങൾ കാരണമല്ല. അതിന് നമ്മളൊന്നും കാരണമല്ല. നമ്മൾ കാരണം കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. ദൈവത്തിന്റെ ദാനമാണ്, കൃപയാണ്, കരുണയാണ്. മനസ്സിലായോ? ഈ വചനം അകത്ത് പറഞ്ഞിട്ട് സഹോദരങ്ങൾ. അടുത്ത വരി. ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. അടുത്ത് ആരും പ്രശംസിക്കാതിരിപ്പാൻ. കണ്ടോ? ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മളെ പ്രവൃത്തി കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മളെ കഴിവുകൊണ്ടല്ല. ആർക്കും അങ്ങനെ രക്ഷിക്കപ്പെടാൻ പറ്റൂല. ഇത് കർത്താവ് കരുണ കാണിച്ചാൽ മാത്രമേ രക്ഷിപ്പോരൂ. അടുത്തവൻ. നാം അവന്റെ കൈപ്പണിയായി. ശ്രദ്ധിക്കണേ. എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് പലർക്കും സംശയം കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ചിലപ്പോൾ പറയും ആരാധിക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചല്ല. ആരാധിക്കാൻ ദൈവത്തിന് ദൂതന്മാരുണ്ട്. കർത്താവ് പറയും നീ ആരാധിച്ചില്ലെങ്കിൽ കല്ല് ആർത്ത് സ്തുതിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നീ ആരാധിച്ചില്ലെങ്കിൽ കല്ല് ആർത്ത് സ്തുതിക്കും. അപ്പൊ എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? വായിച്ചെടുത്ത വരി. നാം അവന്റെ കൈപ്പണിയായി പ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് സൃഷ്ടിച്ചത്? ആരാധിക്കാനാണോ? എന്തിന്? സൽപ്രവൃത്തി ഒരാളെ ഉള്ള ആരില്? യേശു. ഇനി അങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും ഈ സൽപ്രവൃത്തി ഏതെന്ന്. അങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേർന്ന് സ്വർഗസ്ഥലത്തിലിരുന്ന് കർത്താവിനോട് കൂടെ. ഗലാത്യർ 2:20 അടുത്ത് വായിച്ച്. ഗലാത്യർ 2:20 വായിച്ച്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പൊ ഇവിടെ ഇപ്പൊ സ്വർഗസ്ഥലത്ത് ഇരിക്കുമ്പോ ആരല്ല? നമ്മളല്ല. നമ്മൾ മരിച്ചു. പാവ മനുഷ്യൻ മരിച്ചു. ഇപ്പൊ നമ്മൾ ആരുടെ ഇരിക്കുന്നേ? നിങ്ങൾക്ക് എത്രയോട് പിടി കിട്ടി? ഇനി നമുക്ക് ഏത് വേണ്ട? ധർമ്മോപദേശമല്ല ആവശ്യം, പത്യ ഉപദേശം. ഇനി എപ്പോഴാ വായിച്ചേ? സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, അടുത്ത കൈവെപ്പ്, ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കും, മരിച്ചവരുടെ പുനരുദ്ധാനം, അടുത്ത മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷ. ഇതെല്ലാം നമ്മളെ പള്ളിയില് എല്ലാം കേട്ടിട്ടുള്ളതാണ്. കേട്ടിട്ടുണ്ടോ ഇല്ലേ? നമ്മളെ പള്ളിയില് നീ നരകത്തിലേ പോകും കേട്ടിട്ടില്ലേ? ഇതെല്ലാം കേൾക്കുന്ന ഇവിടെ. അടുത്തവര് എന്തെങ്കിലുള്ള അടിസ്ഥാനം പിന്നെയും വിടാതെ പിന്നെയും അടിസ്ഥാനം എന്ത് ചെയ്യാതെ വിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പിന്നെയും വിടാതെ ആദ്യ വചനം. ഈ ഇത്രയും കിടക്കുന്ന എന്തോ വചനമാണ്? ഈ ആദ്യ വചനം കിട്ടിയത് മാത്രം കരവേർപ്പിക്കുക. ഈ ആദ്യ വചനം ഇത്രയും കിട്ടിയവര് നിങ്ങൾ ആരും സംശയിക്കണ്ട. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിന്റെ രാജ്യത്തിരിക്കുന്ന മക്കൾ കരവേർത്ത്. കാര്യത്തിന്റെ പേടി ഞാൻ ആദ്യം ഓർത്തിട്ട് മനസ്സിലായോ? ഇനി നമുക്ക് ഏത് ഉപദേശം ആവശ്യം? പത്യ ഉപദേശം. എന്താണ് പത്യ ഉപദേശം? ഇനി അങ്ങോട്ട് പറയാൻ പോയ താഴോട്ട്. മറ്റൊരു നമുക്കിനി അറിയില്ല.
കുഞ്ഞിനുള്ളതല്ല. അപ്പൊ നമ്മൾ ചോദിക്കും, പിന്നെ ഈ വചനം ആർക്ക്? ഞാൻ പറഞ്ഞത് മനസ്സിലായി, ഇത്രയും പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായി കാണുമല്ലേ? മനസ്സിലായി. ഇനി ഈ വചനം പറയേണ്ടത്, ഇതുവരെ വന്ന വചനം പറയേണ്ടത് ആരോട്? രക്ഷിക്കപ്പെടാത്തവരോട്, മാനസാന്തരപ്പെടാത്തവരോട്, സ്നാനപ്പെടാത്തവരോട്, ദൈവത്തെ അംഗീകരിക്കാത്തവരോട്, ദൈവത്തെ ആരാധിക്കാത്ത ജനത്തോട്, പാപം ചെയ്ത് ജീവിക്കുന്ന ജനത്തിന് വേണ്ടിയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി ഇത് വന്നു കഴിഞ്ഞാൽ അടുത്ത എബ്രായർ വായിച്ചതിനകത്തുണ്ട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. എന്തോന്നാണ് പരിജ്ഞാന പൂർത്തി? യേശു നടന്ന നടപ്പ് ഇതിലാണ് നടക്കുന്നത്. ഞാൻ അതെങ്ങനെ പോവും? വിശ്വാസത്താലേ പോകാൻ പറ്റൂ. അത് എന്റെ കഴിവിലൊന്നും നടക്കാൻ പറ്റില്ല. എന്റെ മിടുക്കിലുള്ളൊന്നും സ്വർഗത്തിൽ പോവുകയില്ല. ഞാൻ മരിച്ചു ദൈവവചനത്തിൽ വിശ്വസിച്ച് കർത്താവിൽ മറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി അനുസരണം തികച്ചതാരാ? എനിക്ക് എന്തെങ്കിലും അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്റെ അനുസരണം ആര് തികച്ചു? യേശു. കണ്ടോ? ഇപ്പൊ ഞാൻ അനുസരിച്ചാണോ ഞാൻ നേടുന്നത്? പിന്നെ ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ചെന്ന് ഇരുന്ന് കൊടുക്കുമ്പോ യേശു ചെയ്ത് പ്രതിഫലാക്ക് തരും. ഡെപ്പോസിറ്റ് ആക്ക്. ആ ചെയ്ത പ്രതിഫലം ആക്ക്. യേശു ചെയ്ത പ്രതിഫലം ശാന്തി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? ഇത്രയും മനസ്സിലാവില്ലേ? മനസ്സിലാവുന്നുണ്ട്? ഇത്രയും മനസ്സിലായില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതെല്ലാം ഇങ്ങനെ നിർത്തി പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ഉറപ്പാണ്. എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ നാളുകളിൽ മനസ്സിലായി എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിർത്തി ഇത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഇനി നമ്മൾ പോകേണ്ടത് യേശു നോക്കിയേ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 18-19 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. യോഹന്നാൻ 17-18-19 വായിച്ചേ. 17-18-19. അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഞാനും അവരെ ലോകത്തിലേക്ക് അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിനെ ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ വിശുദ്ധീകരിച്ചതാര്? ഞാൻ വിശുദ്ധനാകാൻ വിശുദ്ധീകരിക്കപ്പെടുന്നതാര്? യേശു. ഇത് ഞാൻ വിശ്വസിച്ച് മറഞ്ഞിരുന്നാല് വിശ്വാസം, അതാണ് പറഞ്ഞത്. വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് എന്തോന്ന്? അവിശ്വാസം. എവിടെ കിടക്കുന്നു? വെളിപ്പാട് പുസ്തകം 21:8. വെളിപ്പാട് 21:8 വായിച്ച്. എവിടെ പോകുന്നു അവിശ്വാസി എന്ന് പറഞ്ഞാൽ ഏത് വിശ്വാസം? യേശുവിലല്ല എന്നുള്ള വിശ്വാസം. നമ്മൾ എപ്പോഴും നോക്കിയാൽ ഞാൻ യേശുവിലാണ് എന്നുള്ള വിശ്വാസമാണ് നമുക്ക് രക്ഷാകരമായ വിശ്വാസം. എൻ്റെ പേര് അവിടെ ഉണ്ട്. എനിക്ക് വേണ്ടി യേശു മരിച്ചു. ഇത് മാത്രമല്ല, ഞാൻ മരിച്ചു, ഞാൻ യേശുവിനോട് കൂടെയാണ്. ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, എൻ്റെ യേശു. ഞാൻ മറഞ്ഞിരിക്കുന്നു. ബാക്കിയെല്ലാം ചെയ്യുന്നത് യേശുവാണ്, ഞാനല്ല, എൻ്റെ യേശു. പക്ഷെ ഞാൻ നോക്കുമ്പോഴൊക്കെ ഞാൻ തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ വിശ്വാസത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? നടന്നുകൊണ്ടിരിക്കുകയാണ്. വായിച്ചേ. എന്നാൽ അവിശ്വാസികൾ അടക്കപ്പെട്ടവർ. കണ്ടോ? അവിശ്വാസി മതി. താഴെ കിടക്കുന്നവർ അവർക്ക് തീയും ഗന്ധവും കത്തുന്ന ഏതാ വിശ്വാസം? ഇതിന്റെ അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ഏത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പൈതൽ എങ്ങനെ ജീവിക്കണം? എന്റെ കഴിവിൽ ജീവിക്കാൻ പറ്റൂല. യേശു നടന്നതുപോലെ സംസാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? പറ്റൂല. അവിടെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കാൻ യേശു വിശുദ്ധനായി, എന്നെ നീതീകരിക്കാൻ യേശു നീതിമാനായി. പിന്നെ എനിക്ക് അനുസരിക്കാൻ പറ്റാത്തതുകൊണ്ട് യേശു അനുസരണം തികച്ചു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ച്. മത്തായി 5:16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടോ? നല്ല പ്രവൃത്തി പറഞ്ഞ എന്താണ് നല്ല പ്രവൃത്തി? ഞാൻ മറഞ്ഞിരിക്കുമ്പോൾ എന്നിലൂടെ യേശുവിനെ മറ്റുള്ളവർ കാണുന്ന പ്രവൃത്തി എനിക്ക് വരില്ല. ഞാൻ മറഞ്ഞിരുന്നാലേ അല്ലെങ്കിൽ പറഞ്ഞു കിടക്കാം. അത് ഞാൻ വിശ്വസിക്കണം. കർത്താവ് ഇങ്ങനെ വചനമുണ്ട്. ഞാനിനി എവിടെയല്ല, ആ ധർമ്മ ഉപദേശത്തിലല്ല, ആ ന്യായപ്രമാണത്തിലല്ല. അവിടെ ഞാൻ യേശു നടക്കുന്ന നടപ്പിക്കാൻ ഇനി പുറകോട്ട് അങ്ങ് പോകരുത്. എവിടെ? ഇനി താഴോട്ട് വീഴുന്ന ഒന്നേ എന്ന് പോകരുത്, പോകാൻ പാടില്ല. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ കാലിന്റെ ഇവിടെ അങ്ങനെയല്ല അളവ്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. യേശുവിന്റെ കാലിന്റെ പാദം വരെ വീണു, പാദത്തിൽ നിന്ന് ആ കാലിന്റെ കണ്ണു വരെ വളർന്നു. ചില കാലം സ്വഭാവത്തിലാണ് ഞാൻ ഇത് പറയുന്നതൊന്നും വേറെ ഒന്നും ബൈബിളിൽ ഏത് വാക്യം ചോദിക്കല്ലേ. ഇത് ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അടുത്ത കർത്താവ് ജീവിച്ച ജീവിതം അടുത്ത ശകലം കൂടെ ഉയർന്നു. ചില വർഷം കഴിഞ്ഞ് മുട്ടുവരെ ഉയർന്നു. ചില വർഷങ്ങൾ എടുത്തപ്പോൾ കുറച്ചും കൂടെ ഉയർന്നത് ഇപ്പോൾ എവിടെ വരെയായി? അരവരെ. അഭിഷേകത്തിന്റെ അല്ല, കർത്താവിന്റെ സ്വഭാവം, കർത്താവ് നടന്ന നടപ്പ്, കർത്താവിനെ പോലെ
എൻ്റെ അമ്മയുടെ സ്വഭാവം അവിടെ പോയി. പിന്നെ ഇനി ഞാൻ വിശ്വാസത്താൽ ആരുടെ സ്വഭാവത്തിനകത്ത് കയറി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഞാൻ ആരുടെ സ്വഭാവത്തിനകത്ത് കയറി, ഞാൻ മരിച്ചു, അങ്ങ് യേശുവിൽ ഒട്ടിച്ചു. ഇനി ഈ ശരീരത്തിലൂടെ ഓടുന്നതെല്ലാം യേശുവാ. പിന്നെ ജീവിതം മുഴുവൻ ആരാ? ഞാനല്ല. ഇത് വിശ്വാസ കണ്ണാലേ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടമോടിടാൻ, വിശുദ്ധിയെ തികച്ചു ഓട്ടം തികപ്പാൻ ബലം നൽകണേ, കൃപ നൽകണേ, കേഴയ്ക്കെന്നും കൃപ നൽകണേ, ബലം നൽകണേ, കൃപ നൽകണേ, കേഴയ്ക്കെന്നും കൃപ നൽകണേ. വിശ്വാസ പോർക്കളത്തിൽ ഓട്ടമോടുവാൻ, വിശുദ്ധിയെ തികച്ചു ഓട്ടം തികയ്ക്കാൻ കൃപയേകണേ, ബലം നൽകണേ, കേൾക്കുന്നു കൃപ നൽകണേ, കൃപയേകണേ, ബലം നൽകണേ, കേൾക്കുന്നു കൃപ നൽകണേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ യേശുവിനോട് കൂടെ നടക്കാൻ തുടങ്ങി. അടുത്ത ഇപ്പൊ വായിച്ചോട് വായിച്ചേ. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്. എങ്ങനെ എന്റെ നല്ല പ്രവൃത്തി എങ്ങനെ വരുന്നത്? ഞാൻ മറഞ്ഞിരിക്കുമ്പോ യേശുവിന്റെ പ്രവൃത്തി എന്നിലൂടെ കണ്ടിട്ട് പറയും. ചിലർ പറഞ്ഞില്ലേ, അപ്പനെ പോലെ തന്നെയാ മോൻ. നമ്മൾ യേശുവിനെ ഒട്ടുമ്പോ നമ്മളിൽ ആരുടെ സ്വഭാവം നിറഞ്ഞുകൊണ്ടിരിക്കും? യേശുവിന്റെ സ്വഭാവം നിറഞ്ഞുകൊണ്ടിരിക്കും. മുട്ടുവരെയായി, അരവരെയായി, ഇവിടെ കുറച്ചും കൂടെ വരുന്നു, കുറച്ചും കൂടെ വരുന്നു, ഇവിടെ ശകലം ശകലം പെട്ടെന്ന് വരൂല. ഇത് 1 വർഷം കൊണ്ട് വരൂല, 2 വർഷം കൊണ്ട് വരൂല. പറഞ്ഞുതരാം. ഉയർന്ന് ഗ്രാഫ് ശകലിച്ച് പൊങ്ങി 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 ഇവിടം വരെ വരുമ്പോ, ക്രിസ്തുവിന്റെ തല വരെ വരുമ്പോ എന്നെ കർത്താവൻ കൊണ്ടു. പിന്നെ ഇവിടെ ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലേ? എവിടം വരെ വരും? ക്രിസ്തുവിന്റെ തല വരെ വരുമ്പോ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇവിടെ. പിന്നെ കർത്താവ് പോകും. മനസ്സിലാകുന്നുണ്ട്? ഇപ്പൊ മനസ്സിലായല്ലേ? ആയില്ലേ? ആകുന്നുണ്ടോ? ഇല്ലേ? ആകുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടെ ഇതെല്ലാം ആവശ്യം. ഏത്? ധർമ്മോപദേശം എല്ലാം ആവശ്യം. യേശു ആണെങ്കിൽ എങ്ങനെ സംസാരിക്കും? യേശു ആണെങ്കിൽ എങ്ങനെ ജീവിക്കും? യേശു ആണെങ്കിൽ പാവിയെ കണ്ടാൽ എങ്ങനെ? യേശു പാവികളെ വന്നപ്പോ ബുദ്ധി തകർത്തോ? യേശു ക്രിസ്തു ആരെങ്കിലും കരയിപ്പിച്ചോ? സഹോദരങ്ങളെ, ഇപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. വചനമായിട്ട് പ്രസംഗിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, വചനമായിട്ടാണ് പ്രസംഗിക്കുന്നത്. ഒരാളിനോട് സുവിശേഷം പറയുമ്പോൾ അയാളുടെ ജീവിതത്തിനകത്തൊരു രോഗം വന്നിരിക്കട്ടെ, ഞാൻ അവിടെ ചെന്ന് പറയുകയാണ്, നിന്റെ രോഗം വരാൻ കാരണം കഴിഞ്ഞ 1 മാസം കൊണ്ട് നീ പള്ളി മുടങ്ങിയതുകൊണ്ടാണ് നിനക്ക് രോഗം വന്നതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എവിടെയെങ്കിലും യേശു പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇനി നിന്റെ വീട്ടിൽ മരണം നടക്കാൻ കാരണം നീ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണെന്ന് ബൈബിളിലുണ്ടോ? മരണം പള്ളിക്കാരുടെ വീട്ടിൽ മാത്രമാണോ? രോഗം പള്ളിക്കാരുടെ വീട്ടിൽ മാത്രമാണോ? ഇത് പറയുമ്പം ആ രോഗത്തോടെ കിടക്കുന്ന ആള് അപ്പൊ തീരും. യേശുവിനെ ഞാൻ അങ്ങനെ പറഞ്ഞു. വേദനിക്കുന്ന ഒരു കുടുംബത്തിൽ ചെന്ന് അങ്ങനെ പറഞ്ഞോ? ഭാരപ്പെട്ട കുടുംബത്തിൽ ചെന്ന് അങ്ങനെ പറഞ്ഞോ? നിരാശപ്പെട്ട കുടുംബത്തിൽ ചെന്ന് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞോ? ഇല്ലേ? പറഞ്ഞില്ല. പക്ഷെ വചനം പ്രസംഗിക്കുമ്പോ എല്ലാം പറഞ്ഞു, വചനപ്രസംഗത്തിൽ. പക്ഷെ ഒരാളിനോട് പറയുമ്പോ, ശമര്യക്കാരി സ്ത്രീയോട് സുവിശേഷം പറഞ്ഞു, വേറെ ആരുമില്ല അവിടെ. അവര് എനിക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിനക്ക് 5. എന്നിട്ട് പറഞ്ഞു ഇപ്പോഴുള്ളതും ഭർത്താവില്ല. എന്നാൽ അവരെ കരഞ്ഞില്ല. പക്ഷെ അവര് പാപബോധം, അവരെ കുത്തിക്കീറിയതല്ല അത്. നിങ്ങൾക്ക് മനസ്സിലായോ? അവർ രക്ഷിക്കപ്പെട്ടു, അപ്പൊ തന്നെ രക്ഷിക്കപ്പെട്ടു. അവർ രക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങൾ എല്ലായിടും നോക്കിയേ, അവരനുഭവിക്കുന്ന വേദനയും. നീ ഇതനുസരിക്കാത്തോണ്ടാണ് ഇത് വന്നെന്നല്ല വാക്ക് ആവശ്യം. 48 മണിക്കൂർ ഡോക്ടർ നിനക്ക് വിധി എഴുതിയെങ്കിൽ സ്വർഗത്തിലെ ദൈവമാണ് ഈ ആയുസിനെ തിരുത്തി എഴുതുന്നത്. അവരെ താങ്ങേണ്ട, അവരെ പിടിച്ചു നിർത്തണ്ട, അവരെ കൈ താങ്ങ് കൊടുക്കണ്ട, അവരെ ബലം കൊടുക്കേണ്ട, അവരെ ശക്തിപ്പെടുത്തേണ്ട,
വചനം പറയാം, പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയാം. ഒരു വീട്ടിൽ ചെന്ന് വേദനയിരിക്കുന്ന വ്യക്തിയെ കണ്ട് കുത്തിക്കേറി പറഞ്ഞ് അവരെ കരയിപ്പിച്ചു വിടുന്നതല്ല അതിന്റെ ശുശ്രൂഷ. ഒരു വ്യക്തി കിട്ടിയാൽ നീ ഇങ്ങനെ ചെയ്തിട്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ വന്നത്, നീ മുട്ടുമടക്ക് എന്ന് അങ്ങനെയല്ല. അവൻ തീയിൽ കിടക്കുമ്പോ പറയണം യേശു നിന്നെ സ്നേഹിക്കുന്നു പറയുന്ന. ഇവിടെ അണയോ അത്, ഇവിടെ അണയോ അത്. അവന്റെ തീയിൽ കുറച്ച് തീ ഇട്ടാൽ നമ്മൾ അയാൾ അണയ്ക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വചനം മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? എവിടെ എവിടെ വചനം ഏത് പറയണമെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ന്യായപ്രമാണം ആർക്കാണ് എന്ന് മനസ്സിലായില്ലേ? പത്യോപദേശം ആർക്കാണെന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ന്യായപ്രമാണം ആർക്കെന്ന് മനസ്സിലായോ? വചനം പ്രസംഗിക്കും എവിടെ ഏത് വചനം പ്രസംഗിക്കുന്നത് മനസ്സിലായോ? ആരോട് ആരോട് എന്ത് വചനം പ്രസംഗിക്കുന്നത് മനസ്സിലായോ? ഒരു വീട്ടിൽ വേദനയ്ക്കുമ്പോ അവിടെ ചെന്ന് വചനം പറയുമ്പോ നീ സൂക്ഷിച്ചോണെന്ന് മനസ്സിലായോ? അവിടെ വചനം പറയാം എന്തോന്ന്? എന്റെ യേശു കണ്ണുനീർ വാർത്ത മകളെ, യേശു കൂടെ കരഞ്ഞു, നീ കലങ്ങണ്ട, നിന്റെ വേദനയെ താങ്ങാൻ യേശു ശക്തൻ. അത് ബൈബിളിലില്ലേ? യേശു എടുക്കാൻ വരുന്നവർ ആരെയും അനാഥരായി വിട്ടിട്ടില്ല. ബൈബിളിലുണ്ടോ ഇല്ലേ? സകലരും വിധി എഴുതിയ കേസിനെ കർത്താവ് കയ്യിലെടുത്തു, ഉണ്ടോ ഇല്ലേ? അവിടെ പ്രസംഗിക്കേണ്ട വചനം ഏത്? അവർ ചില പള്ളി വരാത്ത ആളായിരിക്കും, പിന്മാറി കിടക്കുന്ന ആളായിരിക്കും, അയാൾ രക്ഷിക്കപ്പെട്ട് അകന്നു പോയ ആളായിരിക്കും. ഇവര് സാഹചര്യത്തിൽ കിടക്കുമ്പോൾ അയാളോട് പറയുന്ന സുവിശേഷം ഏതാ? അയാളെയും കൂടെ ഉപ്പിലിട്ട് കൊല്ലാനാണ്. നിങ്ങൾക്ക് വെളിപ്പെട്ട കാര്യം വെളിപ്പെട്ടവര് മാത്രം കരയത്തില്ല അല്ലേ പറഞ്ഞേ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എവിടെ ഏത് വചനം പറയണമെന്ന് മനസ്സിലായോ? ഞാൻ ഇതൊക്കെ ഉദ്ദേശിച്ചാണ് വർഷങ്ങൾ കൊണ്ട് പറയുന്നത്. അത് ഇത് വചനം ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കരയിപ്പിച്ച് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ്. നിങ്ങൾ എങ്ങനെ ഉദ്ദേശിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നിങ്ങൾ ഇതൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്, ഇതല്ലേ ഇതായിരിക്കും ഉദ്ദേശിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്വാതന്ത്ര്യം. അപ്പൊ വചനം സമയത്തും അസമയത്തും പറയണം. ഇനി എബ്രായർ അടുത്ത ഇപ്പൊ വായിച്ചത് ഒന്നുകൂടെ വായിച്ചേ. മത്തായി 5:16. അടുത്ത അപ്പോസ്തല പ്രവൃത്തി 9:31 വായിച്ചേ. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തരുത്. എന്നിലൂടെ വരുന്ന നല്ല പ്രവൃത്തികളെ ആര് കാണണം? മറ്റുള്ള ആൾക്കാർ കണ്ടിട്ട് അവര് മഹത്വപ്പെടും. യേശുപ്പച്ചാ ഇത് ശാലിനിയേ അല്ല, ഇതാ യേശു പറയും പോലെ ആണല്ലോ. ഓ, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാ യേശു സംസാരിക്കും പോലെ ആണല്ലോ, ഇതാ യേശുവിന്റെ ലാവണ്യ വാക്കാണല്ലോ. ഇത് ആര് പറയണം? കേൾക്കുന്നവര് പറഞ്ഞിട്ട് എന്നെ മഹത്വപ്പെടുത്തുന്നല്ല, പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ പറഞ്ഞെങ്കിൽ എന്റെ കഴിവിൽ അത് വരില്ല. അവിടെയാണ് ഞാൻ പറയുമ്പോ മുഴുവൻ മഹത്വം ആർക്കാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്കൊന്നും ഇതൊന്നും അല്ല. മനസ്സിലായോ ഇല്ലേ? എല്ലാവർക്കും ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഈ കാര്യം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? അടുത്തവര് വായിച്ചേ. നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എന്നിലിരിക്കുന്ന വെളിച്ചം ഏതാ? യേശു. ഈ യേശു മറ്റുള്ളവർ ഞാൻ വെളിച്ചം ഇങ്ങനെ കാണിച്ചെന്ന് ആർക്കൊന്നും എന്റെ വെളിച്ചം ചിലപ്പോൾ പല്ലിന്റെ ചെറിയൊരു കളറാറ്റുമല്ലോ, മഞ്ഞക്കാ മേടിച്ചിട്ട് പല്ലിന്റെ വെള്ളിന്റെ കളറാറ്റുമല്ലോ ചിലപ്പോൾ കണ്ടെന്ന് വരും. അത്രയേ ഉള്ളൂ, ഒന്നുമില്ല, ചുക്കും ഇതാ. പക്ഷെ എന്നിൽ യേശുവിനെ പറഞ്ഞാലോ, മോശ അവിടെ നിറങ്ങി വന്നു. സ്കിന്ന് അയ്യോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഇതെന്തോന്ന് തിളക്കം, 40 രാവും പകലും ആ സീനായി മലയുടെ നെറുകയിൽ എന്റെ അപ്പന്റെ അടുക്കൽ ഇരുന്നിട്ട് മോശ ഇറങ്ങി വരുമ്പോ ജനം പറഞ്ഞു, അയ്യോ ഇവൻ എന്ത് തിളക്കം, അയ്യോ ഇത് നമ്മുടെ മോശ തന്നെയാണോ, നമ്മുടെ കർത്താവിന്റെ അടുക്കൽ പോയ മോശ തന്നെയാണോ? ഇത് കേട്ട് മോശ വാർത്തയിട്ട് കിടന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? എന്തുകൊണ്ടാ ജനം അങ്ങനെ പറയാൻ കാരണം? അവിടെ ഇരുന്ന പാള് മാറി. അയാളല്ല, മോശയുടെ സ്കിന്ന് അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, പുറമേ ഉള്ളവൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേ ഉള്ളവനോ നാൾക്ക് നാൾ ബലത്തിന്റെ മേൽ, ശക്തിക്ക് മേൽ, കൃപയ്ക്ക് മേൽ, അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം പ്രാപിക്കുന്നു.
കൊരിന്ത്യർക്കിലെ 4:16 എന്റെ ഓർമ്മ. ഓ, പുറത്തെ മനുഷ്യന് ക്ഷയിച്ചു പോയാലും അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ യേശുവിനാൽ നിറഞ്ഞ്, യേശുവിന്റെ സ്വഭാവത്താൽ നിറഞ്ഞ്, യേശുവിന്റെ ഭാവത്താൽ നിറഞ്ഞ്, പുറത്തുള്ള പാവ മനുഷ്യനെ ചുരുക്കി ആത്മീക മനുഷ്യൻ ഓ, യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് പുറത്തുള്ള പാവ മനുഷ്യൻ ചുരുങ്ങട്ടെ, അകത്തുള്ള ദേശം ഓ നിറഞ്ഞു ഓടട്ടെ. ഹല്ലേലൂയ. വായിച്ച് 4:16, 2 കൊരിന്ത്യർ 4:16. ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. അകമേയുള്ളവൻ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുക. ക്രിസ്തു എന്ന തലയോടെ വളരുമ്പോൾ ആ മണോഹരങ്ങൾ പരിശുദ്ധ ശക്തി ഇന്ന് പകൽക്കാലം ഓ ദൈവത്തിൽ വളർന്നുകൊണ്ടിരിക്കണം. ആത്മാവിൽ വളരണം, കൃപയിൽ വളരണം, വചനത്തിന്റെ ശക്തിയിൽ നിറയണം, പരിശുദ്ധമായ ശക്തിയിൽ നിറയണം. അകത്തെ മനുഷ്യൻ വെളിപ്പെടണം. ഓരോ ദിവസവും പുറത്തുള്ള പാവ മനുഷ്യൻ ചിരിക്കണം, അകത്തുള്ള യേശു വാഴണം. പാവ മനുഷ്യൻ കത്തട്ടെ, പാവ മനുഷ്യൻ കത്തട്ടെ, പാവത്തിന്റെ ശക്തികളെല്ലാം കത്തട്ടെ. അകത്തെ മനുഷ്യന്റെ ക്രിസ്തുവിന്റെ സ്വഭാവം മറ്റുള്ളവർ കാണത്തക്ക നിലവാരത്തിൽ ഒരു മാറ്റം. അതിന്റെ 10, 18, 19 വായിച്ചേ. ദൈവത്തിന്റെ ഇനി മറ്റൊരു സ്ഥലത്തുണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന ഒരു വാക്യം കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോ എല്ലാം നിറവിനാലും നിറഞ്ഞു വരുമ്പോൾ നമ്മുടെ കാര്യം എടുത്തോണ്ട് കൊണ്ടുപോകും. സ്തോത്രം. യേശു അപ്പച്ചൻ കൊണ്ട് പോകും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ക്രിസ്തു എന്ന തലയോളം വളരുമ്പോൾ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് 12 വാക്യം മുതൽ വായിച്ച് 4-12 മുതൽ വായിച്ചേ. അവനിൽ ആശ്രയിച്ചിട്ട് അവരുടെ വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിന് പേർ വരുവാൻ കാരണമായി പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകൊടുക്കുന്നു. അവൻ തന്നെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം, കർത്താവിന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ കണ്ടോ? ആത്മാവിനാൽ എന്റെ അകത്തെ മനുഷ്യൻ ഇന്ന് ഇതിനകത്ത് അകത്തൊരു മനുഷ്യനുണ്ട്. യേശുണ്ട്. അത് വായിച്ചേക്കാം. ക്രിസ്തു വിശ്വാസത്താൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതി നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും കണ്ടോ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിലോളം മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കണ്ടോ ഇപ്പം ധർമ്മോപദേശാർക്ക്, പത്യോപദേശാർക്ക്, രക്ഷിക്കപ്പെട്ട് മനസ്സിൽ സ്നാനപ്പെട്ട ആളിന് പത്യോപദേശം എങ്ങനെ കൊണ്ടുപോകാൻ? ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുന്ന ഉപദേശം. അതിന് പരിശുദ്ധാത്മാവിന്റെ വചനം വേണം, ആത്മാവിന്റെ ശക്തി വേണം, അകത്തെ മനുഷ്യന് ബലം വരണം, ആത്മാവ് തരുന്ന വിളിച്ചു പറയണം, അതിന് ദൈവകൃപയിൽ നിറയണം. അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കണം, അകത്തെ മനുഷ്യൻ ആത്മാവിനാൽ നിറയണം. അത് സ്തോത്രം. ക്രിസ്തു എന്ന തലയോളം വളരണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് തുറന്ന് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ സ്നേഹിതരെ. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് വായിക്കേണ്ടത് അപ്പോസ്തലപ്രവൃത്തി 9:31 വായിച്ചേ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു. അതെന്ത് ചെയ്തു? ആത്മീക വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നു പെരുകിക്കൊണ്ടിരുന്നു. കണ്ടോ? തൊട്ട് ഒന്നുകൂടെ വായിച്ചേ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും
സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു. എന്തൊന്നു സമാധാനം ഉണ്ടായി, ദൈവകൃപ എന്ന് പറഞ്ഞാൽ അവർ ആത്മീക മതി, ഇത്രയും മതി, ആത്മീക വർധന വരുത്തിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്ന പൈതൽ ആത്മീക വർധന പ്രാപിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. മനസ്സിലായോ? ക്രിസ്തു ജീവിച്ച ജീവിതത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. താഴോട്ടല്ല പോകേണ്ടത്. ഇനി അങ്ങ് താഴെ പോകരുത്. പയ്യാ തീർന്നു. എപ്പോഴത്തെ വായിക്കാൻ സമയമില്ല. എപ്പോഴത്തെ മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്തെങ്കിലും അടിസ്ഥാനം പിന്നെയും വിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. എന്ത് ശ്രമിക്കണം? പരിജ്ഞാന പൂർത്തി. അടുത്ത് ദൈവം അനുവദിക്കുന്ന പക്ഷം, ദൈവം അനുവദിച്ചാലേ പരിജ്ഞാന പൂർത്തി എത്താൻ പറ്റും. ഒരാളുടെ ദൈവം കൃപ കൊടുത്ത് ക്രിസ്തുവിലാക്കി നിർത്തണം, എങ്കിലേ പോകാൻ പറ്റൂ. അല്ല എന്റെ കഴിവുകൊണ്ട് പരിജ്ഞാന പൂർത്തി ചെയ്യാൻ അത് ആരിലൂടെ നടക്കുന്നത്? യേശുവിലൂടെ. അതിനെന്ത് ചെയ്യണം? വിശ്വസിക്കണം. വാഗ്ദത്തമുണ്ട്, വിശ്വസിക്കണം. അതാ പറഞ്ഞത്. ഇവിടെയാണ് നമ്മളെല്ലാം തോറ്റുപോകുന്നത്. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളെല്ലാം തോറ്റുപോകുന്നത്. ഇവിടെ പ്രവൃത്തിയിൽ നടക്കൂല. ഞാൻ തോറ്റു കൊടുത്താലേ പറ്റൂ. സ്തോത്രം. ക്രിസ്തു ജീവിച്ച ജീവിതം പറഞ്ഞാൽ ക്രിസ്തു എന്നറിയണം. എന്നിട്ട് യേശു ചെയ്യും. ഞാൻ മിണ്ടാതിരുന്ന് കൊടുക്കണം. എന്റെ സംസാരം വരല്ല, യേശുവിന്റെ സംസാരം. എന്റെ നോട്ടം, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? എന്റെ ചിന്ത, യേശു എന്ത് ചിന്തിക്കും അതേ വരാമോ. യേശു എന്ത് ശമരക്കാരി സഹോദരി ഇവിടെ വന്നു, യേശു എന്ത് ചിന്തിച്ചു? ഇവള് എന്റേതായി. അപ്പൊ ഞാനാണെങ്കിൽ നമ്മളിൽ അതില്ല. ദൈവത്തിന് സ്വന്തം, ദൈവത്തിന് മാത്രം. ശരിക്കും പാപം ചെയ്യുന്ന, ഭയങ്കര മോശമായിട്ടുള്ള പാപം ചെയ്യുന്ന ഒരാളിനെ കണ്ടു. നമുക്ക് എന്ത് തോന്നും? യേശുവിന് എന്ത് തോന്നും? യേശുവിനെ സ്നേഹിക്കും. എന്നിട്ട് പറയും, ഇനി നീ പാപം സ്നേഹിക്കും, പിന്നെ അടുത്തുപോലും വരരുത് എന്ന് യേശു പറയില്ല. നമ്മളെങ്കിൽ പറയും, അവിടെ ഞാൻ യേശുവിന്റെ സ്വഭാവം പറഞ്ഞെങ്കിൽ ഞാൻ മരിച്ചാലേ വരൂ, അല്ലെങ്കിൽ ഇതേ വരൂ, ജാതിയുള്ള തൂത്ത് പോകൂല. ക്രിസ്തു പറഞ്ഞാൽ ക്രിസ്തുവിനുള്ളത് വന്നിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അങ്ങനെ പറച്ച മുറിത്ത് കയറ്റുന്നില്ല എന്നല്ല വരുന്നത്. പിന്നെയോ അതിനേക്കാളും കൊടും ഭാവി നിന്റെ ഹൃദയത്തിനകത്ത് തോന്നുന്നു. ഞാൻ ദൈവമേ, അവരെക്കാൾ എത്രയോ കുറവുള്ള എന്നെ, പാപമുള്ള കൊടും ഭാവിയെ എന്നെ, എന്റെ അകത്ത് വരുന്ന കാര്യമോ പുറത്തു വരുന്ന കാര്യമല്ല, അകത്ത് ഇത് യേശു ജീവിച്ചാലേ മാത്രമേ അകത്ത് ഇത് വരൂന്ന്. അല്ലെങ്കിൽ അകത്തൊന്നും വരും. അയ്യേ പൊന്നയ്യേ, പല സ്വഭാവമുള്ള ഇതാ. ഇത് എവിടെ വരും? പുറത്തൊന്നു സുഖം തന്നെ ചേച്ചി, അണ്ണ തങ്കച്ചി സുഖം. ഇത് ഇങ്ങനെ എവിടെ വരും? അകത്തുനിന്ന് കള്ള പന്ന എത്ര കുടുംബങ്ങളെ തകർത്താണ്. ചുമ്മാ എന്നെ എവിടെ വന്നത്? എനിക്കങ്ങനെ വന്ന് കരുണയില്ലാതെ പറ്റില്ല, ദയയില്ലാതെ പറ്റില്ല, മനസ്സിലില്ലാതെ പറ്റില്ല, അപ്പം നമ്മൾ പൊളിക്കാതെ പറ്റില്ല. യേശു ആണെങ്കിൽ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. 99 ഇട്ടിട്ട് ഇതിനെ കൊണ്ടുവരാൻ അടുത്തേക്ക് ഞാനങ്ങനെ പറയും, ഇപ്പൊ ജയിലാക്കാന്ന്. യേശുവിനെ പറയും, അവിടെ വിടും. നിന്നിൽ പാവമില്ലെങ്കിൽ നിൽക്കാൻ അവിടെ യാതാണെങ്കിൽ നിന്നിൽ വേറെ. നിങ്ങൾക്ക് എത്രക്കും മനസ്സിലായി? അപ്പൊ യേശു ആണെങ്കിൽ അവിടെ എങ്ങനെ തല കീഴായിട്ട് യേശുവിനെ മറിച്ചിടാൻ കൊണ്ടുപോയി. ഞാനാണെങ്കിൽ എങ്ങനെ? നിങ്ങളാണെങ്കിൽ എങ്ങനെ? യേശു ആണെങ്കിൽ എങ്ങനെ? യേശു മറുപടി ഒന്നും ഉണ്ടില്ല. ഞാനാണെങ്കിൽ അവിടെ നിന്ന് പതുക്കെ എൻ്റെ അടവ് 18 പയറ്റി നല്ല ഇൻഡിസാനി ഭാഷയും പറഞ്ഞ്, ഇനി നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ 2 ചവിട്ടൊക്കെ കൊടുത്തിട്ട് കടിച്ചെങ്കിലും ഒന്നിനും പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? കടിച്ചെങ്കിലും തള്ളിയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? നേരെ വീട്ടിൽ വരും. എവിടെ പോകും? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസും കൊടുത്തിട്ട് എവിടെ വരൂ? മറ്റേ ആളിനെ പൊക്കാൻ വേണ്ടി. ആണോ അല്ലേ? പക്ഷെ യേശുവിൽ അവരുടെ നടുവിലൂടെ സൈലന്റ് ആയിട്ട് തിരിച്ചൊറ്റ ഇത് എന്നിലില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോ വെളിപ്പെട്ടോ ഇല്ലേ? കാര്യങ്ങൾ വെളിപ്പെടുന്നുണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്നിൽ വരൂല. ഇത് ആരിലേ ഉള്ളൂ. അതാണ് അവിടെ നടപ്പ് പറഞ്ഞത്. അതാണ് വിശ്വാസം. തലേ പോകാൻ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു അതിന്റെ ഇടയിൽ കൂടെ പോയി. നമ്മളാണെങ്കിൽ തിരിച്ച് എപ്പോ തൂക്കിയെടുക്കുന്നത്? ഞാനൊരു ഉദാഹരണം മുമ്പ് പറഞ്ഞത് പറയുന്നു.
ദേശത്തിൽ പരസ്യ ശുശ്രൂഷയ്ക്ക് 2 കൂട്ടർ പരസ്യ ശുശ്രൂഷയ്ക്ക് പോയി. ഒരു കൂട്ടര് പരസ്യ ശുശ്രൂഷയ്ക്ക് പോയി എവിടെയായിട്ട് വചനം പ്രസംഗിച്ചപ്പോ കീഴെ കുറച്ചൊന്ന് മാറ്റി പ്രസംഗിച്ചപ്പോൾ പരസ്യ ശുശ്രൂഷ പ്രസംഗിച്ചപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോ ഉപദ്രവം കിട്ടി. തിരിച്ചും ഈ പാസ്റ്റർമാർ എന്ത് ചെയ്തു? ആഹാ, നിനക്ക് മാത്രമാണ് അടിക്കാൻ അറിയാന്നുള്ളൂ, എനിക്കും അറിയാം, എന്റെ കൈ കൊണ്ട് കാലുണ്ട്, നിന്റെ കാലം മാത്രമേ പോകും, എന്റെ കാലം അതിനെക്കാലം പോകുമ്പോടാ. അവരും ചീത്തോട് ഇവരും ഒരു പക്ഷേ അവരും അവളുടെ അടി ഇവരും കുനിച്ചു നിർത്തി 2 കൂടെ കൊടുത്തു ഇട്ടു. എവിടെ പോയി? 2 പേച്ച് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ ചോദിച്ചു, ആദ്യം ഇടി കൊടുത്ത ആ ദേശത്തുള്ളവർ ചോദിച്ചു, ഈ പാസ്റ്റർമാരെ എന്തിനു ഉപദ്രവിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു, സാറേ ഇവന്മാർ തിരിച്ചൊന്നും ചെയ്യൂലെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഉപദ്രവിച്ചത്, പക്ഷെ അവർക്ക് കൊടുത്തതിനെ കാര്യം ഇരട്ടി ഞങ്ങൾക്ക് കിട്ടി. പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്ററെ നിങ്ങൾ യേശുവിനെ കുറിച്ചല്ലേ പറയുന്നു, പിന്നെ എങ്ങനെ ഇവരെ ഉപദ്രവിച്ചത്? അപ്പൊ പറഞ്ഞു, സാറേ എന്ത് പറയാൻ, ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾ ശരീരം നിന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? തിരിച്ചു കൊടുത്തു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവര് തമ്മിൽ വ്യത്യാസമുണ്ടോ? പ്രസംഗിച്ച ആളും യേശുവിനെ കണ്ടുമുട്ടാത്ത ആളും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇതല്ലേ നമ്മൾ പലപ്പോഴും എങ്ങനെ ക്രിസ്തു വളരും പോയതുണ്ടോ? ഇനി വേറെ കാര്യം, സ്വന്തം അതിനാണ് ദൈവദാസന്റെ പ്രസംഗിച്ചു കൊടുത്ത് ഇടിച്ച് പഞ്ചറാക്കി കംപ്ലീറ്റ് ശരീരം നുറുക്കി ഓടിച്ചു. പോലീസ് പാസ്റ്ററിനെ വിളിച്ചു, ആ ജനത്തെ അവിടെ വിളിച്ചു. ആ ഇടി കൊണ്ട് അവളങ്ങനെ ഇരിക്കുക പോലീസ് സ്റ്റേഷൻ. അപ്പോൾ എസ് ഐ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഈ എസ് ഐ ഈ സാറിനെ കണ്ടോ, ഈ ഇടി കൊണ്ട് പഞ്ചറായ പാസ്റ്ററിനെ കണ്ടോ സല്യൂട്ടൊക്കെ കൊടുത്ത്, സാർ അയാൾ ഗുരുവാണ് ഇരിക്കുന്നത്, സാർ എന്താ ഇവിടെ? ഒന്നും മിണ്ടിയില്ല. അപ്പൊ അവരെ നോക്കി, എന്താ സംഭവം? 2 പേരും നോക്കി. എന്നിട്ട് ഇയാളോട് ചോദിച്ചു, അത് ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ടപ്പോ ഇവര് നുറുക്കിയ പാടാണ് ഈ ശരീരം ചോദിച്ചുകൊണ്ടാ പറയാം. കേസായോണ്ടാണ് ഈ മനുഷ്യൻ അവിടെ പോയത്. എവിടെ? അപ്പോ മറ്റവരോട് ചോദിച്ചു, എടാ ഇത് ആരെന്നറിയാമോ? കളരിയുടെ ആശാനാണ്. ഈ മനുഷ്യന്റെ വിരൽ ഒന്ന് ഞൊടിച്ച് നിന്നെ ഒന്ന് തൊട്ടാൽ നീ പിന്നെ കാണുക, പിന്നെ നീ കാണുക, നീ തീർന്നു, നീ പിന്നെ എണീക്കൂല, ഒരു സൈഡ് സ്തംഭിക്കുകയോ പിന്നെ നടക്കാൻ പറ്റാതാവുകയോ നീ വിറച്ച് കിടക്കുകയോ നീ മരിക്കുകയോ ചെയ്യും. അത്രയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാന്നുള്ള ആളാണ് ആര്? ഈ സാർ. നിനക്കറിയാമോടാ, ഈ ഒറ്റ അടി നിനക്ക് കിട്ടിയ നീ വീഴും. അവർ നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ട്, സാർ എന്നിട്ട് പറഞ്ഞു, എന്റെ ആശാനാണെന്ന് പറഞ്ഞു. സാർ ഇത്രയും അടിച്ച് നുറുക്കി തല തൊട്ടും മുഖമെല്ലാം വീർത്തിരിക്കുക, കണ്ണൊന്നും കാണാൻ പാടില്ലാത്ത രീതിയിൽ വീർത്തിരിക്കുക, ശരീരം മാസകലം മുറിഞ്ഞിരിക്കുക. സാർ ഇത്രയും നോക്കിയിട്ട് സാർ എന്താ തിരിച്ചു പ്രതികരിക്കാത്തെ? 2 കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഈ 2 കൈയും യേശുവിന്റെ ക്രൂശോട് ചേർത്ത് ആണി അടിച്ചിരിക്കുന്നു. ഈ കൈ എങ്ങനെ? കാല് 2 യേശുവിന്റെ ആണിയോട് ചേർത്ത് എന്നെ ക്രൂശിച്ചിരിക്കുന്നു. പിന്നെ എന്റെ കാലെങ്ങനെ? ഞാൻ മരിച്ചു. ഇനി ഞാൻ എങ്ങനെ? കഴിവില്ലാത്തതാണോ? കഴിവില്ലാത്തതാണോ? കഴിവുണ്ട്. ഒന്ന് ഞെക്കിയാൽ ആരും അറിയത്തില്ല. കഴിവുണ്ട്, പക്ഷെ കഴിവ് യേശുവിനോട് കൂടെ കുറിച്ചിട്ടുണ്ട്. ഇപ്പൊ അയാൾ ജീവിക്കുന്നത് യേശുവിനാണ്. ഇതിലാരാണ് ക്രിസ്തുവിൽ ജീവിച്ചത്? പറ. ഇപ്പൊ നമ്മൾ അനേകർ പുറത്തു പറഞ്ഞാൽ ഇത് പട്ട് ശാലിനി സിസ്റ്റർ കുഴപ്പം തന്നെ ഊളം പറ കൊണ്ടുപോകാൻ തിരിച്ചടിക്കാതെ വന്നിരിക്കുന്നു. ഇതേ പറയൂ. നമ്മുടെ മക്കൾ സ്കൂളിൽ പോയാൽ ഒന്നാരെങ്കിലും തന്നെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു, എടാ നിന്റെ കൈ പുടിയാണ് പറിക്കാൻ പോരുന്നത്, കൊടുക്കാത്തത് 2 ചോദിക്കില്ലേ? ചവിട്ടെങ്കിലും കൊടുക്കാത്തത്, കടിയെങ്കിലും കൊടുക്കാത്തത്, 2 ഇടിയെങ്കിലും. നിന്റെ പുസ്തകം കയറിയല്ലേ, നീ അവന്റെ ബുക്ക് മൊത്തം കീറാത്തത്. ഇതല്ലേ നമ്മൾ കഴിക്കുന്നത്?
പക്ഷെ യേശുവാണ് എങ്ങനെയാണ് മരിച്ചവൻ എങ്ങനെയാണോ? അല്ല, അപ്പൊ വളരണോ? വളർച്ച വേണ്ടേ? വളരണം. എങ്ങനെ വളരണം? ക്രിസ്തുവിൽ വളരണം. വായിച്ചെടുത്ത വാക്യം എബ്രായർ. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. അടുത്ത വരി പ്രകാശം ലഭിച്ചിട്ട് കേട്ടോ, ഈ വചനം കേട്ട് ക്രിസ്തുവിൽ നടക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും ആ സ്വർഗത്തിലെ ദാനമെല്ലാം ആസ്വദിച്ചിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും എന്നിട്ട് ആത്മാവിനെല്ലാം പ്രാപിച്ചു ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ കിടക്കുന്നു, ധർമ്മോപദേശത്തിൽ കിടക്കുകയാണ്. കാരണം അയാളെല്ലാം പോയി ഇപ്പൊ ആ നടപ്പല്ല ഇട്ടിപ്പോ എവിടെ നടക്കാൻ. പിന്നെ ഒന്നേന്ന് അവന് മാനസാന്തരസ്നാനോ അഭിഷേകം നീന്താരകത്തിൽ പോകുന്ന സുവിശേഷം കൊടുത്ത് പിന്നെ ഇനി ഒന്നേന്ന് അവിടെ എഴുതി താഴെ വായിച്ച് ഇനി രക്ഷപ്പെടത്തില്ല. തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരെ അവര് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. കേട്ടോ, ഇനി മാനസാന്തരത്തിൽ പുതുക്കാൻ കഴിയത്തില്ല. കാരണം എവിടെ പോയി വീണു? താഴേറ്റത്ത് വീണ്ടും വന്ന് മറ്റുള്ളവരെ വിധിക്കുന്ന ആളായി, ഞാനെന്ന് പറയുന്ന ആളായി, ഞാൻ കൽപ്പന അനുസരിക്കും, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. പക്ഷേ എനിക്ക് അനുസരിച്ച് നടക്കാൻ പറ്റൂല. ഞാൻ മരിച്ചു കൊടുത്താലേ ഇവിടെ യേശുവിന്റെ ജീവൻ വരും. മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാവുന്നുണ്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞെല്ലാം മനസ്സിലായോ? കാരണം ഒരു കാര്യം ഞാൻ പറഞ്ഞെല്ലാം മനസ്സിലാവുന്നുണ്ടോ? എവിടെ മനസ്സിലായോ? സൺഡേ സ്കൂൾ സമയത്ത് ചോദിക്കും, പറയാ ദൈവത്തിന് സ്വന്തം. ഹല്ലേലൂയ. 1 പത്രോസ് 2:12 വായിച്ചേ. 1 പത്രോസ് 2:12 വായിച്ചേ. 2:12 വായിച്ചേ. ഇനി നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലൂടെ പോകണം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. കണ്ടോ, എന്റെ നടപ്പ് എന്ത് ചെയ്യണം? ക്രിസ്തുവിലായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. കൊലോസ്യർ 1:10. കൊലോസ്യർ 1:10. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുവണ്ണം നടന്ന്. പൂർണ്ണ പ്രസാദത്തിനായി അത് കർത്താവിന് നടന്നാലേ പറ്റൂ. യോഗ്യമാണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിൽ. ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം. അവന്റെ കണ്ടോ, എന്റെ മഹത്വത്തിനല്ല, അതിനെനിക്ക് പറ്റൂല. കർത്താവിന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ആര് രാജ്യത്തിലാക്കി വെച്ചിരിക്കുക? പുത്രന്റെ. ഇതെങ്ങനെ അറിയാൻ പറ്റൂ? നമ്മളോട് സിസ്റ്റർ, ഞാൻ ഈ പള്ളിക്കാരിൽ പുത്രൻ രാജ്യം നിങ്ങൾ പറഞ്ഞ് എങ്ങനെ ഞാൻ വിശ്വസിക്കും? ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ അടവണായ ചർച്ചിന്റെ ഷീറ്റ് കാണും. ഇവിടെ ഇരിക്കുന്ന ആളുകളെ അതല്ലേ പറഞ്ഞ വിശ്വാസത്താലാണ് അറിയുന്നത്. എന്റെ പാവം ക്ഷമിച്ചു എന്ന് എങ്ങനെ അറിയുന്നത് ഞാൻ? ഇനി 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഉണ്ടെന്ന് പറഞ്ഞ യേശുവിനെ കാണാൻ പറ്റത്തില്ല. യേശു ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? വചനത്താൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശു ഉണ്ടെന്ന് കാണാൻ പറ്റുന്നില്ല. അദൃശ്യന ദൈവത്തെ കണ്ടതുപോലെ മോശ ഉറച്ചു നിൽക്കുകയാണ്. കണ്ടോ, എന്റെ അപ്പനിലാണ് ഞാൻ എന്റെ അപ്പനിലുമാണ് എന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്കും ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തിനും കഴിയത്തില്ല. 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, നീ കർത്താവിന്റെ മകനാണോ, കർത്താവിന്റെ മകളാണോ, നീ പേടിക്കരുത്, നീ പതറിപ്പോകല്ലേ, നീ ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ട. 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 6-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം മുതൽ വായിച്ചേ. അനന്തരം രാജാവിനെ ഇസ്രായേൽ യുദ്ധമുണ്ടായി. ഇന്നത്തെ സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ വൃദ്ധന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തോടു കൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, അനാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞു പ്രബോധിച്ചു ഇരുന്ന സ്ഥലത്തേക്ക്. അപ്പോ മറ്റൊരാള് പണി ഒപ്പിക്കും. ദൈവദാസൻ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥന മുറിക്കകത്തെല്ലാം കാണും.
കൊട്ടാരത്തിനകത്ത് പണി ഒപ്പിക്കുന്നത് മയിലുകൾക്കപ്പുറത്ത് പ്രാർത്ഥന മുറിക്കകത്തിരിക്കുന്ന പ്രാർത്ഥന മനുഷ്യന്റെ കണ്ണിൽ തെളി. ദൈവമക്കൾക്കെതിരെ ഗൂഢാലോചന പദ്ധതി ഒരുക്കുന്നത് ദൈവ മനുഷ്യൻ അടുത്തെന്ന് കണ്ടതല്ല, ദൂരെ നിന്ന് മയിലുകൾക്കപ്പുറം നിന്ന് കാണുകയാണ്. ഇതാ ദൈവജനത്തിനെതിരെ അവിടെ ഇതാ പണി ഒരുക്കുകയാണ്. ഇത് കാണുമ്പോൾ ഈ ദൈവ മനുഷ്യൻ ഇത് കണ്ടിട്ട് ദൈവ മക്കളോട് പറയും, നിങ്ങൾ അതുവഴി ഒന്ന് സഞ്ചരിക്കല്ലേ, കൊട്ടാരത്തിനകത്ത് നിങ്ങൾക്കെതിരെ പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ പ്രാവശ്യവും എവര് പദ്ധതി ഒരുക്കും, ദൈവഭക്തൻ പ്രാർത്ഥന മുറിക്കകത്ത് കാണും. നിങ്ങൾ ഇതിനെ പോയാൽ നിങ്ങൾ തട്ടുമെന്ന് ദൈവദാസൻ ചെന്ന് അറിയിപ്പ് കൊടുക്കും. എവരെന്തെയ്യുന്നത് മാറി സഞ്ചരിക്കും. രാജാവ് പറയും, ഇവന്മാർ ഇതിന് വരാനുള്ളവര് എവിടെ കൂടെ പോയി, ഇതാരാണ് പറഞ്ഞു കൊടുക്കുന്നത്, വായിച്ചെടുത്ത് വരും. അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല എന്തോന്നാണ് അതിന്റെ അർത്ഥം? ഒരു പ്രാവശ്യമല്ല പ്രവാചകൻ വെളിപ്പെട്ടത്, 2 പ്രാവശ്യമല്ല പ്രവാചകൻ വെളിപ്പെട്ടത്, 3 പ്രാവശ്യമല്ല പ്രവാചകൻ വെളിപ്പെട്ടത്, ഒരുപാട് തവണ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന മകനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, എൻ്റെ അപ്പന്റെ കൃപ നമ്മുടെ അകത്ത് വന്നാൽ, ആ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇറങ്ങിയാൽ, പ്രാർത്ഥന മുറിക്കകത്തിരിക്കുമ്പോൾ നമുക്കെതിരെയുള്ള അന്ധകാര മണ്ഡലങ്ങൾ, അവന്റെ പദ്ധതികൾ, അവന്റെ ആശ ആത്മാവിൽ ദൈവം കാണിപ്പിച്ചു തരുവാൻ ഈ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടല്ലേ, ആത്മാവിന്റെ കണ്ണുകൾ തുറന്ന യേശുവിനെ കാണാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കണ്ണുകളെ തുറന്ന് കർത്താവിനെ ഒന്ന് കാണുക. കർത്താവിന്റെ വിശ്വാസത്തിൽ നടക്കാൻ നോക്ക്. ഞാനല്ല, എന്റെ യേശു, എന്റെ യേശുവിനെ തൊടാതെ എന്നെ തൊടാൻ പാടില്ല. നമുക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ചങ്ക് പിളർന്ന് പങ്കാളിയാക്കി ചങ്കിനോടു ചേർത്തു വച്ചവരെ, മുൻപേ നടന്ന് അൻപാൽ നിറച്ച് ഉള്ളങ്കൈയിൽ എന്നെ താങ്ങിയോനേ, എന്റെ നെഞ്ചിലിടിപ്പ് യേശു, എന്റെ ഉള്ളിലെ പാട്ട് യേശു, എന്റെ പ്രാണൻ പ്രേമവും യേശു, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. തള്ള പോലും എന്നെ തള്ളിയാലും നാഥന്റെ കൈ എന്നെ തള്ളുകില്ല, ഉള്ളം കൈയിൽ എന്നെ കോരിയിട്ട് നല്ല സ്നേഹമാകും യേശുനാഥൻ, എന്റെ നെഞ്ചിലിടിപ്പ് യേശു, എന്റെ ഉള്ളിലെ പാട്ട് യേശു, എന്റെ പ്രാണനും പ്രേമവും യേശു, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരുന്നാൽ, കർത്താവിൽ മറഞ്ഞിരുന്നാൽ, കർത്താവിനെ തൊടാതെ നിന്നെ തൊടാൻ കഴിയത്തില്ല. എന്റെ ക്രിസ്തുവിലാണ് ഞാൻ നിങ്ങളുമെങ്കിൽ ഒരു വിശ്വാസം വേണം. എന്റെ യേശുവിനെ തൊട്ടാലേ എന്നെ തൊടാൻ പറ്റുമോ? ഹല്ലേലൂയ. അപ്പനറിയാതെ എന്റെ തലയിലെ ഒരു മുടി പോലും അത് ഏതിൽ കിടന്ന മക്കൾക്കേ പറ്റൂ. ഈ വിശ്വാസം നടക്കുന്ന മക്കൾക്ക് ഇതിന് പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വചനം മനസ്സിലാവുന്നുണ്ടോ? റൂട്ട് മനസ്സിലായോ? എവിടെ നടക്കുന്ന ആ പരിജ്ഞാനത്തിൽ ഞാനല്ല, എന്ന് ക്രിസ്തുവാണ് എന്ന് നടക്കുന്ന ഒരു പൈതൽ പറയും, ഇല്ല ഇല്ല, എനിക്കെതിരെ ശത്രു അപ്പുറത്ത് പദ്ധതി ഒരുക്കിയാലോ, പ്രാർത്ഥന മുറിക്കകത്ത് എന്റെ ആര്യനാഥൻ എനിക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ പ്രാർത്ഥിക്കും, ശത്രുവിന്റെ മണ്ഡലം തകരും. ഇന്ന് പറക്കട്ടെ, എത്ര ആഗ്രഹമുണ്ട് നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ ഉയർച്ചക്കെതിരെ, നിന്റെ വളർച്ചക്കെതിരെ, നന്മക്കെതിരെ, അനുഗ്രഹത്തിനെതിരെ വാദിച്ച് തന്ത്രം പടയുന്ന പിശാചിന്റെ സകല വ്യാപാരങ്ങളുടെയും കെട്ടുകളെ പൊട്ടിക്കാൻ പ്രാർത്ഥന മുറിക്കകത്ത് സ്വർഗ്ഗം നിനക്ക് കൃപ തരുവാൻ ദൈവം മതിയായവൻ. നീ പേടിക്കരുത്, നീ പ്രാർത്ഥിക്കുന്നതിനായി മാത്രം അറിയാതെ, ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, മുട്ടുമടക്കിയാൽ മാത്രം മതി, മുറിക്കകത്ത് വീട് കിടന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വിശ്വത്തോടെ ഞാൻ ക്രിസ്തുവിന്റെ അടുത്താണ് ഇരിക്കുന്നത്, ആ സ്വർഗ്ഗ സ്ഥലങ്ങളിലാണ്. എന്നെ തൊടണമെങ്കിൽ യേശുവിനെ തൊടണം, തൊടാതെ പാറ്റാനില്ല. അവന്റെ ഒരു ആയുധവും എനിക്ക് ഫലിക്കത്തില്ല, ശാപം ഫലിക്കത്തില്ല, ബന്ധനം ഫലിക്കത്തില്ല, ശുദ്രം
നടന്ന് ആരോടെ ആരില്ലേ? അവന് വേറെ ഒന്നുമില്ല. അവൻ പറഞ്ഞ ജീവിച്ചാലും യേശുവിനായിട്ട് മരിച്ചാലും നീ എന്നെ കൊന്നാണ് ഞാൻ അവിടെ കാണൂടെ. വാ, കാണണ്ട. അവനല്ല. അപ്പൊ അവനോടാണ്, അവനെതിരെ പദ്ധതി ദൈവം ചെയ്തു കാണിച്ചു കൊടുത്തു. അടുത്ത വഴി വായിച്ചേ. 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. 2 പ്രാവശ്യമല്ല തന്നെത്താൻ രക്ഷിച്ചത്. ഇത് ഹേതുവായി. രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി. രാജാവിന് ഭയങ്കര വിഷമായി പോയി. അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട്, നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലോ എന്ന് ചോദിച്ചു. ഇസ്രായേൽ രാജാവിന്റെ പക്ഷത്തുള്ള ആരാണ്? അവിടെ ഞാൻ ഒരുപാട് പദ്ധതി ഒരുക്കിയിട്ട് ഈ പദ്ധതി പ്രകാരം ഒരു പരിപാടി, അവന്റെ പരിപാടി ഒന്നും നടക്കുന്നില്ല. നിനക്കെതിരെ ശത്രു പല ആയുധങ്ങൾ ഉപയോഗിച്ചു. പരിപാടി നടക്കുന്നില്ല. കാരണം പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട്, വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ട്. ഇതിനകത്തിരിക്കുന്ന മകനെ നിനക്കെതിരെ ശത്രു പല പദ്ധതി ഒരുക്കി. പക്ഷെ തകരാത്ത കാര്യം, പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിനകത്തുണ്ടെങ്കിൽ നീ തകരാൻ ദൈവം ആ ശക്തി ഇറങ്ങട്ടെ, ആ ദൈവ കൃപ ഇറങ്ങട്ടെ, ആ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ആ ദൈവിക അഭിഷേകം ഇറങ്ങട്ടെ. പ്രാർത്ഥിക്കുന്ന മകളെ ഒരാളാണ് വീട്ടിനകത്ത് പ്രാർത്ഥിച്ചാലോ ബാക്കിയുള്ളതിനെ കൂടെ തൂക്കിയെടുക്കാം. ഈ ദൈവം മതിയാക്കോ. അത് കത്തുന്നു. ശരീരങ്ങളെ വിട്ട് വന്ന സ്ഥലത്തേക്ക് ഇറങ്ങി പറ്റോ. യേശുവിൻ നാമത്തിൽ പാമ്പുകളെ തേടുക, ശത്രുവിന്റെ സകലത്തെ ചവിട്ടുക. ഞാൻ നിന്നെ കത്തിക്കാലം തരുന്നു. സിംഹത്തിന്റെ അടവിൽ ചവിട്ടുക. കാലസിംഹത്തെ പെരുമാവനെ വേദിച്ചു കളയും. സമാധാന ദൈവമോ സാധാരണ വേഗത്തിൽ നിന്റെ കാൽ കീഴെ ഇറങ്ങിക്കോ. ശരീരങ്ങളെ വിട്ട് വന്ന സ്ഥലങ്ങളിലേക്ക്, ഭവനങ്ങളെ വിട്ട്, തലമുറകളെ വിട്ട്, ഭാവിക്കെതിരെ, നന്മയ്ക്കെതിരെ, വിദ്യാഭ്യാസത്തിനെതിരെ, ജോലിക്കെതിരെ, അവകാശമെതിരെ, കുടുംബ സമാധാനത്തിനെതിരെ ബാധിക്കുന്ന ഇരുട്ടിലാണ്. ശരീരങ്ങളെ വിട്ട്, കുടുംബങ്ങളെ വിട്ട് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് സ്വന്തം, ദൈവത്തിന് സ്വന്തം, ദൈവത്തിന് അവൻ പദ്ധതി ഒരുക്കേ ഉള്ളൂ. നിന്റെ വീട്ടിനകത്ത് നടക്കത്തില്ല, നിന്റെ മേലെ നടക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി വീട്ടിനകത്തുണ്ടെങ്കിൽ നിന്റെ വീട്ടിനകത്ത് നടക്കത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന ആളാണോ? ശുദ്ധം നടക്കത്തില്ല, മന്ത്രം പഠിക്കത്തില്ല, പൂജന കേൾക്കത്തില്ല, അന്ധകാര ശക്തിയെ തൊടത്തില്ല, നിന്റെ കാമ്പോടിൽ ആണിക്കത്തില്ല. നീ ക്രിസ്തുവിനകത്താ, നീ മറഞ്ഞിരിക്കുക. ആ കൃപക്കകത്ത്, ആ ശക്തിക്കകത്ത് നിന്റെ ശരീരത്തെ ബാധിക്കുന്ന, നിന്റെ കുടുംബത്തെ ബാധിക്കുന്ന, നന്മകളെ ബാധിക്കുന്ന, വിടുതലില്ലെന്ന്, സമാധാനമില്ലെന്ന് ബാധിക്കുന്ന ചില ശക്തികൾ ശരീരങ്ങളെ വീട്ടിപ്പോൾ അഴിയുന്നു. ഭാവി തരില്ലെന്ന്, ജോലി തരില്ലെന്ന്,
കഴിയില്ല. കാരണം യേശുവിനാ നീ യേശുവിനാ. ആമേൻ. കഴിയത്തില്ല. പല പദ്ധതി ഒരുക്കി തീർന്ന് കാണാൻ, പല കെണി ഒരുക്കി തീർന്ന് കാണാൻ. ഇല്ലടാ, തീരത്തില്ല. ദൈവജനം, ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്ന ജനം. പ്രാർത്ഥിക്കുന്ന മകൻ ഒരാളുണ്ടോ വീട്ടില്? പ്രാർത്ഥിക്കുന്ന ഒരു മകനുണ്ടോ? എല്ലാം വിടുവിക്കപ്പെടാൻ പോകുന്നു. ഒരു പിശാചിന് തൊടാൻ പറ്റില്ല. നിന്റെ തലമുറകളെ ദൈവം സൂക്ഷിക്കും. നിന്റെ മൗനത്തെ ദൈവം സൂക്ഷിക്കും. നീ പേടിക്കണ്ട. ഭാവി ദൈവ കരങ്ങളിൽ, വഴികൾ ദൈവം തുറക്ക്. കെട്ടിക്കിടക്കുന്ന മണ്ഡലങ്ങൾ ദൈവം പൊട്ടിക്കും. ആമേൻ. കാണുകയില്ലെന്ന്, ഒരു വിടുതൽ കാണുകയില്ലെന്ന് എന്ന് ഇടന്നോട്ട് നാളായിട്ട് കാണുള്ളൂന്ന് നിനക്കെതിരെ വാദിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽക്കാല സ്വർഗം താച്ചുടക്കുക. ജീസസ്, നീ ഫ്രീ ആകുന്നു. നിന്റെ കുടുംബം ഫ്രീ ആകുന്നു. സകല തലങ്ങളിനകത്ത് ഫ്രീ ആകുന്നു. ഇതിന് മാറ്റം വരികയില്ലെന്ന്. നിന്റെ കുടുംബത്തിനകത്ത് മാറ്റം വരികയില്ലെന്ന് ചില അവകാശവാദം ഉന്നയിക്കുന്ന ചില ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഇറങ്ങി തകർക്കുന്നു. നീ പേടിക്കണ്ട. കർത്താവിനെ കണ്ടുമുട്ടിയ മകനെ നീ പേടിക്കണ്ട. നീ സ്വർഗ സ്ഥലമല്ല. നീ സ്വർഗ സ്ഥലമല്ല ഇരിക്കുന്നത്. നിന്നെ തൊടണമെങ്കിൽ അവൻ അവിടെ കയറണം. ആ സാന്നിധ്യത്തിൽ കയറാൻ അവന് പട്ടത്തിൽ അവൻ കത്തും. നിന്നെ തൊടണമെങ്കിൽ ആ സാന്നിധ്യത്തിൽ കിടക്കണം. സാന്നിധ്യത്തിൽ അടുത്ത് വരാൻ പറ്റില്ല, കത്തും. അഗ്നി. നിന്നെ തൊടാൻ നിന്റെ കുടുംബത്തിലൂടെ പറ്റത്തില്ല. കാരണം സ്വർഗ സ്ഥലങ്ങളില്ല. നീ സ്വർഗ സ്ഥലങ്ങളില്ല. ആ സാന്നിധ്യത്തിനകത്താ, ആ തീമതിനകത്താ. നിന്നെ തൊടണമെങ്കിൽ ജീസസ് അതിനകത്തോടെ പറ്റത്തില്ല. തീയാ പറ്റില്ല. നീ അതിന്റെ അകത്താ. നീ പേടിക്കാതെ, നീ വിശ്വസിക്കേ. ജീസസ്. ആമേൻ. സ്തോത്രം. ദൈവമക്കൾക്കെതിരെ കെണി ഒരുക്കുന്നത്, പ്രാർത്ഥന മുറിക്കപ്പെട്ടിരുന്ന ദൈവ മനുഷ്യൻ ദർശനത്തിൽ വെളിപ്പാടിൽ കണ്ടു. TV സ്ക്രീൻ നമ്മളിന്ന് പല വീഡിയോകളും കാണുന്നത് പോലെ പ്രാർത്ഥന മുറിക്കകത്ത് പ്രാർത്ഥന മനുഷ്യന്റെ ദൃഷ്ടി. ദൈവം പറഞ്ഞു, മോനെ ഇന്ന ജനത്തിനെതിരെ കൊട്ടാരത്തിനകത്ത് ചില പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. നാളെ ആ വഴി പോയാൽ ഇത്രയും ജനം തകരും. അപ്പോഴുള്ള കാര്യം ദൈവമക്കൾ അറിഞ്ഞുകൊണ്ടിരുന്നു. അവർ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. കൊട്ടാരത്തിനകത്തിരുന്ന രാജാവിന് കോപം വന്നു. ആരാണ് ഈ കാര്യങ്ങളെല്ലാം മറ്റൊരു കൊടുക്കുന്നത്? സ്തോത്രം. മറ്റാരുമല്ല, പരിശുദ്ധാത്മാവേ, അളവില്ലാതെങ്കിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവിൽ
അടുത്തന്നെ അറിഞ്ഞിടാൻ ആരുമേക്കില്ലേ അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ആരും വേറെയില്ലേ അവിടുത്തെ സാന്നിധ്യമല്ലാതെ. അകന്നെന്നെ മാറരുതേ കൂടെന്നും വേണമേ ആത്മാവിൽ നല്ല സഖിയേ. അകന്നെന്നെ മാറരുതേ കൂടെന്നും വേണമേ ആത്മാവിൽ നല്ല സഖിയേ. അളവില്ലാതെ 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 നിറയണമേ ആത്മാവേ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വന്തം താഴോട്ട് പറയാൻ ആഗ്രഹമുണ്ട്, സമയം പോലല്ലോ. വായിച്ചേർത്തവര് അവന്റെ ഭക്തന്മാരിൽ ഒരുത്തൻ യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന കണ്ടോ, വാക്കുകൾ, നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകൻ മൈലുകൾക്ക് അപ്പുറത്തിരുന്ന് എലീശ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായോ? പ്രാർത്ഥന മുറിക്കകത്ത് പ്രാർത്ഥന മനുഷ്യൻ അമ്പട ഗേമ. നീ ഇതാണല്ലേ ദൈവമക്കൾക്കെതിരെയുള്ള അടവ്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിച്ച് പൊളിക്കുന്നുണ്ട്. മറ്റവൻ മന്ത്രം ചൊല്ലി പണിയുന്നുണ്ട്. അവൻ പ്രാർത്ഥിച്ച് ഇടിക്കുന്നുണ്ട്. യഹോവയുടെ മഹത്വം ഇറങ്ങിയ ഇടിയേണ്ടത് ഇടി. എന്റെ അപ്പന്റെ മഹത്വം ഇറങ്ങിയ ഇടിയേണ്ടവൻ ഇടി, പൊട്ടേണ്ടവൻ പൊട്ട്, കത്തേണ്ടവൻ കത്ത്. ഓഹോ, തീ ഇറങ്ങും. അവൻ ഇരിക്കാൻ പറ്റത്തില്ല. അവൻ തകർന്ന് കരിപ്പണമാകും. അവൻ നിൽക്കാൻ പറ്റത്തില്ല. ഓ ജീസസ്. ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് സ്വന്തം യഹോവയുടെ പെട്ടകം ഇരിക്കുമ്പോൾ വിഗ്രഹം തലകുത്തൻ താഴെ വീണു. ജീസസ് ഇരിക്കത്തില്ല. യഹോവയുടെ മഹത്വം ചുമക്കുന്ന ദൈവം ഇതിന്റെ അടുക്കൽ ദുഷ്ടൻ ഇരിക്കത്തില്ല. നീ മഹത്വം ചുമക്കുന്ന ആളോ? ഓ ആമേൻ ആമേൻ. ഇതിനകത്തിരിക്കുന്ന പൈതലേ, സ്വർഗ സ്ഥലങ്ങളിലിരിക്കുന്ന പൈതലേ, നീ ക്രിസ്തുവിന്റെ മഹത്വം ചുമക്കുന്ന ആളാ. നിന്റെ മുൻപിൽ ദാഗോൻ ഇരിക്കുന്നില്ല. ഓ ജീസസ് ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ജീസസ്. ഓ, 1 ശമൂവേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്തത് യേബെനേസറിൽ നിന്ന് അസ്തോദിലേക്ക് കൊണ്ടുപോയി. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്നു. ദാഗോന്റെ അരികെ വെച്ചു. പിറ്റേന്നാൾ രാവിലെ അസ്തോന്യർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മേൽ വീണ് കിടക്കുന്നത് കണ്ടു. അവർ ദാഗോനെ എടുത്തു വീണ്ടും അവൻ സ്ഥാനത്ത് നിർത്തി. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേൽക്കുമ്പോൾ സ്വന്തം ദാഗോൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ കമഴ്ന്ന് വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോന്റെ തലയും അവന്റെ കൈപ്പത്തിയും ഉമ്മറ പടിമേൽ മുറിഞ്ഞു കിടക്കുന്നത് കണ്ട്, ഓ സ്തോത്രം, ആദ്യം വീണതേ ഉള്ളൂ, രണ്ടാമത് മുറിഞ്ഞു. മഹത്വം ചുമക്കുന്ന പൈതലേ, നിന്റെ മുമ്പിൽ ഒരു അന്ധകാര ശക്തി നിനക്കുള്ള ആലോചനയാണ്. ഇന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന